ഓക്കെ, പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ കൗൺസിലിംഗ് ക്ലാസ്സിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഈ ദിവസത്തിൽ നമുക്ക് എന്താണ് കൗൺസിലിംഗ് എന്ന് ഒന്നും കൂടെ വിശദമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. NLP അടിസ്ഥാനമാക്കിയിട്ടുള്ള കൗൺസിലിങ്ങിനെ കുറിച്ചായിരുന്നു ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് വരുന്നുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും നമ്മളെ ബോധ്യപ്പെടുത്തലും നമ്മുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യൽ എങ്ങനെയുള്ളതായിരുന്നു ഇന്നലെ നമ്മൾ കാര്യമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 30 ദിവസം നമ്മൾ ഇന്നലത്തെ ആ ദിവസം കൂട്ടണമെന്നില്ല. ഈ ഓരോ ദിവസവും നമുക്ക് എന്തെല്ലാം സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ നമുക്ക് എന്തെല്ലാം ക്ലാസ്സുകളിൽ എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നത് ആമുഖമായിട്ട് ഇന്ന് നമുക്ക് മൊഡ്യൂളിലൂടെ പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ആമുഖമായിട്ട് പറയാം. ഇതിൽ നമ്മൾ പ്രധാനമായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ ഇതിൽ കൗൺസിലിംഗിൽ നാളെ മുതൽ നമുക്ക് പഠിക്കുന്ന പാഠഭാഗം ഒരു ക്ലയന്റ് നമ്മളെ മുമ്പിൽ വന്നു, എന്നാൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അതാണ് നാളെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ടാവുക. അടുത്ത ദിവസം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവുക എന്തെല്ലാം ആയിരിക്കണം പ്രധാനമായിട്ടൊരു കൗൺസിലർക്ക് വേണ്ട സ്കില്ലുകൾ, ആ സ്കില്ലുകൾ എന്തെല്ലാം ചെയ്യാതിരിക്കാം ഇത്യാദി കാര്യങ്ങൾ. കൗൺസിലർ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാതിരിക്കാനുള്ള പ്രത്യേക കാരണങ്ങളും പല കാര്യങ്ങളുമാണ് നമ്മൾ അതിന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതുപോലെ OCD, ഒബ്സസീവ് കമ്പൾസറി ഡിസോർഡർ, വസ്വാസ് എന്നൊക്കെ പറയുന്ന അതിനെ കുറിച്ചുള്ള കാര്യമായ പഠനമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡർ, അഡിക്ഷന്, ഏതെല്ലാം തരം അഡിക്ഷൻ ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഒരു ആമുഖമായിട്ട് നമ്മൾ പോകും. എന്നാൽ നമുക്കുള്ള അഡിക്ഷനാണ് ആദ്യം നമ്മൾ തിരിച്ചറിയുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടി വരിക. അതിനുശേഷമായിരിക്കും പൊതുസമൂഹത്തിന്റെ അഡിക്ഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവുക. അതുപോലെ ഇമോഷണൽ കൺട്രോൾ നമുക്ക് കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്റ്റേജ് ഫിയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം. അതുപോലെ NLPക്ക് പ്രത്യേകമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ ചില ഏത് കേസുകൾക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചില ടൂളുകളുണ്ട്. ഒരു 10-30ഓളം ടൂളുകളുണ്ട്. ആ 10-30 ടൂളുകളിൽ പ്രധാനപ്പെട്ട ചില ടൂളുകൾ നമ്മൾ ഒന്നും കൂടെ മനസ്സിലാക്കിയെടുക്കും. ഏത് ക്ലയന്റ് വരികയാണെങ്കിൽ, അതായത് ഒരു ഉദാഹരണത്തിന് റീഫ്രെയിമിംഗ് എന്നൊരു സാധനമുണ്ട്. റീഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റ് നമ്മളെ മുമ്പിൽ വരുമ്പോൾ അവർക്കൊരു ചിന്താഗതി ഉണ്ടാവും. എന്തോ ഒരു പ്രശ്നത്തിന് അവരുടേതായ ഒരു ചിന്തയുടെ ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യും. ഒരു ഉദാഹരണത്തിന് ഒരു കോക്രോച്ച്, കൂറ എന്ന് പറയുന്ന ആ സാധനത്തിന് ഭയപ്പെടുന്ന ഒരു വസ്തുണ്ടാവും. നിങ്ങൾ വിവിധ ജില്ലകളിൽ അതിന് എന്തായിരിക്കും പറയാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ തന്നെയല്ല പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ സൗണ്ട് ഒന്ന് ഓണാക്കിയിട്ട് പറഞ്ഞോളൂ. കോക്രോച്ച് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അതിനെ ഭയപ്പെടുന്ന ഒരാൾക്ക് അതിന്റെ ഉള്ളിലുണ്ട അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ ചിത്രമായിട്ട് വരുന്നുണ്ടാവുക. നമ്മൾ കാണുന്ന പോലെ ഒരു നിസ്സാരമായ ഒരു ചെറിയ ജീവിയായിട്ട് അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഭയപ്പെടുന്ന ആളുടെ മുമ്പിലുള്ള ഇമേജ് എത്ര വലുതാണെന്ന് ആ വ്യക്തിക്ക് അറിയോ. അപ്പൊ അയാളുടെ ആ ചിന്താഗതിയെ നമ്മളൊന്ന് റീഫ്രെയിം ചെയ്യും. ഫ്രെയിം ഒന്ന് മാറ്റിക്കും. നമ്മള് സാധാ പഴയ പോലെ ഒരു ഫോട്ടോ എടുത്താൽ ഫോട്ടോക്ക് നമ്മളൊരു ഫ്രെയിം ഇട്ട് കൊടുക്കുമല്ലോ എന്നതുപോലെ ഇയാളുടെ ഈ ചിന്താഗതിക്ക് നമ്മൾ പുതിയൊരു ഫ്രെയിമിങ് കൊടുക്കും. അതുപോലെ പുതിയ ഒരു ധാരാളം ടൂളുകളുണ്ട്. ഏത് ക്ലയന്റ് വരികയാണെങ്കിലും അവരൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാനുള്ള ചില ടൂളുകൾ നമ്മൾ ഒന്നും കൂടെ മനസ്സിലാകും. പിന്നെ നേരത്തെ നമ്മൾ അഡിക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ധാരാളം ആളുകൾ ആവശ്യപ്പെടുന്നതാണ് കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ. നല്ല രസകരമായ സബ്ജക്റ്റാണ്. അത് നമുക്കത് എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യാമെന്നതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതുപോലെ തന്നെ ടൈം ലൈൻ തെറാപ്പി എന്നുണ്ട്. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു എന്നെ മാത്രമല്ല ബാധിക്കുക, വരും തലമുറകൾ, ഒരുപക്ഷെ 7 തലമുറ വരെ ബാധിക്കുന്ന ഒരു തെറ്റ് ഞാൻ ചെയ്താൽ വരുമെന്നാണ്. പിതാവായ അല്ലെങ്കിൽ മാതാവായ ഞാൻ ചെയ്ത ഒരു തെറ്റ് എന്റെ കുട്ടികളെ തലമുറകൾ എല്ലാം ബാധിക്കാൻ പോകുന്നതാണ്. അതുപോലെ തന്നെ ഞാനൊരു വസ്തുവിനെ ഭയപ്പെടുന്നുണ്ടോ, എന്തിനെയാണ് ഞാൻ ഭയപ്പെട്ടു എന്ന് എനിക്ക് പോലും അറിയില്ല. അത് കാരണം ഒരുപക്ഷെ എന്റെ മാതാവോ എന്റെ പിതാവോ അല്ലെങ്കിൽ പിതാവിന്റെ പിതാവോ മാതാവിന്റെ മാതാവോ തലമുറകൾ അങ്ങനെ 7 തലമുറ വരെ എന്തെങ്കിലും ഒരു ഭയത്തിനെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ആ ഭയം എന്റേതു കൂടി ആയിരിക്കും. അപ്പോ അങ്ങനെ ടൈം ലൈനിൽ പോയിട്ടുള്ള കേസുകളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ
ഓൺലൈൻ ചെയ്യുന്നതിൽ പരിമിതിയുണ്ട് എങ്കിലും നമ്മളതിനെ ആ പരിമിതിയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ടൈം ലൈൻ തെറാപ്പിയെയും നമ്മൾ ഡീറ്റെയിൽ തിരിച്ചറിയും. അതുപോലെ തന്നെ ഫോബിയകളുണ്ട്, വിവിധങ്ങളായ ഫോബിയകൾ. നേരത്തെ പറഞ്ഞ കോക്രോച്ച് മാത്രമല്ല, വിവിധങ്ങളായ ഫോബിയകളെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കും. എല്ലാ ഫോബിയകൾക്കും ഒരു 4 സ്റ്റേജിലൂടെ നമുക്കിത് ചികിത്സാ രീതികളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഫോബിയകളെ കൈകാര്യം ചെയ്യുന്ന രീതിയെ നമുക്കത് പരിചയപ്പെടാം. അതുപോലെ തന്നെ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഉത്കണ്ഠ രോഗങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് 15 വർഷം വരെ മരുന്ന് കുടിക്കേണ്ട ചില രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള അതിന്റെ പരിഹാരങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മേഖലകൾ നമുക്ക് ടോപ്പിക്കായിട്ട്, ഒരു ദിവസത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യും. അതുപോലെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. കുട്ടികളുടെ പഠന വൈകല്യങ്ങളും പഠിക്കാൻ കഴിയാത്തതുമായി ബന്ധപ്പെട്ട ഒരുപാട് 100 പ്രശ്നം. ആ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ നമ്മൾ അറിയാതെ പഠിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമുക്ക് താല്പര്യമുണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ, പക്ഷെ പുസ്തകം എടുത്ത് വായിക്കാൻ നമുക്ക് മടിയാണ്. പക്ഷെ ഫോണിൽ എത്ര വേണമെങ്കിൽ നോക്കിയിരിക്കാൻ, വീഡിയോ കാണാൻ നമുക്ക് ഇഷ്ടമാണ്. ഇതേ ഇഷ്ടത്തിന് നമ്മൾ പഠനമാക്കി മാറ്റിയാൽ മതി. നമുക്കത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് മനസ്സിലായിരിക്കും. അതുപോലെ ഫാമിലി റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അത് എങ്ങനെ പരിഹരിക്കാമെന്നത് വലിയൊരു വൈഡായ ഒരു സബ്ജക്റ്റാണ്. ഒരു പക്ഷേ ഒരു ദിവസം കൊണ്ട് തീരില്ല, 1-2 ദിവസം നമ്മൾ ആ ഫാമിലി പ്രോബ്ലംസുമായിട്ട് പോകും. അപ്പോൾ ഞാൻ പറയുന്ന ചില പ്രോബ്ലംസ് ആയിരിക്കില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഭാഗവുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ ചോദിക്കുകയും അതുപോലത്തെ കേസുകളൊക്കെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിക്കുകയും ചെയ്യും. ചില കൗൺസിലിംഗ് വൈസൊക്കെ ഫാമിലി പ്രോബ്ലംസ് മാത്രം കൈകാര്യം ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളായിട്ട് നിലനിൽക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ആ ഒരൊറ്റ കേസ് മാത്രം, അല്ലെങ്കിൽ ആ ഒരൊറ്റ സബ്ജക്ട് ബേസ് മാത്രം മതി ധാരാളം കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കേസായിരുന്നു, ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് ജീവിക്കാൻ തന്നെ താല്പര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും. അങ്ങനെയുള്ള കുറെ കുട്ടികളുണ്ട്. നമ്മുടെ തൊപ്പി പോലുള്ള ഒരു വിഭാഗം ആളുകൾ. അവർ കണ്ടാൽ അവർക്ക് തോന്നും അവർക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലെന്ന് തോന്നിപ്പോകും. പക്ഷെ അവരൊക്കെ ജീവിതത്തിൽ അതീവ താല്പര്യത്തോടെ ജീവിക്കുന്ന ആളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ തൊപ്പിയെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അദ്ദേഹം പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ കുടുംബത്തിനോ ഒക്കെ ഒരു മന്ദബുദ്ധിയായിട്ട് മാറ്റി നിർത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇന്ന് സ്ട്രീമിങ്ങിനെ കുറിച്ച് തന്നെ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനലിൽ ഷെയർ ചെയ്യുന്നത് മാത്രമാണ്. അതില് കാണുന്ന നമുക്ക് വളരെ കുറഞ്ഞ ക്യാഷ് കൊണ്ട്, അല്ല കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാലം അല്ലെങ്കിൽ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ധാരാളം പണം സമ്പാദിക്കുന്ന, സെക്കൻഡ് കൊണ്ട് മണിക്കൂറുകൾക്കൊക്കെ വില ഇട്ടുകൊണ്ടിരിക്കുന്ന. അപ്പൊ നമ്മൾ പറയും ഇത്തരം ആളുകൾക്ക് ജീവിക്കാൻ താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിലും അവർക്കും താല്പര്യമുണ്ട്. താല്പര്യമുള്ള ചില സബ്ജക്റ്റുകളിലൊക്കെ വിരക്തി വരുന്ന ഒരു കേസ് ഇത് പ്രത്യേകമായിട്ട് ആധുനിക കാലഘട്ടങ്ങളിൽ കാണുന്നുണ്ട്. നമ്മുടെ കുട്ടികളിൽ തന്നെ അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ല എന്ന് നമ്മൾ പറയാറുള്ളത്. പക്ഷെ അധിക കുട്ടികളും ജീവിക്കാൻ താല്പര്യമില്ല എന്നതാണ് കൗൺസിലിംഗ് കേസായിട്ട് നമ്മൾ ചോദിക്കാറുള്ളത്. എത്ര പ്രാവശ്യം മോൻ അല്ലെങ്കിൽ മോള് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയും ചോദിച്ചാൽ ഞാൻ ഒരുങ്ങിയിട്ടില്ല എന്ന ഒറ്റ വാക്കിൽ പറയാം. ഞാൻ അങ്ങനെ ചിന്തിച്ചോ? അതിപ്പോ അങ്ങനെ ചിന്തിക്കാതെ ഇരിക്കുവോ? പല കേസുകൾ വരുമ്പോ മരിച്ചാലൊക്കെ നന്നായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹം തന്നെയാണ് ചിന്തയുടെ പാറ്റേണായിട്ട് വരികയും ഈ ചിന്തകൾ ഒരു നിരന്തരം കൊണ്ടു നടക്കുമ്പോൾ എന്റെ മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നുന്ന ചില സാധ്യതകൾ നമ്മുടെ മുന്നിലൊക്കെ വരും. അപ്പോൾ സ്ഥിരമായി നമ്മൾ ഈ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് മതി നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള വഴിയിലേക്ക് നമ്മൾ എത്തിക്കൊടുക്കും. അപ്പൊ പറഞ്ഞു വന്നത് ജീവിത വിരക്തി തോന്നുന്ന ഒരു കൂട്ടം കേസുകൾ ഒരുപക്ഷെ നിങ്ങളെ ക്ലൈന്റുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നത് മനസ്സിലാക്കാം. അതുപോലെ അടുത്ത ദിവസം പിന്നെ നമ്മൾ പഠിക്കാനുണ്ടാവുക ബൈപോളർ ആങ്സൈറ്റി, അതുപോലെ തന്നെ ആങ്കർ മാനേജ്മെന്റ്. കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാക്കൾക്കുള്ള ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ആങ്കർ, ദേഷ്യം, എനിക്ക് അങ്ങനത്തെ ദേഷ്യമൊന്നും ഇല്ല എന്ന് പറയുന്നത് ചില രക്ഷിതാക്കൾ. എനിക്ക് അങ്ങനെ കുട്ടികളോട് ദേഷ്യം തോന്നാറില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ തോന്നാറില്ല എന്ന് പറഞ്ഞ രക്ഷിതാക്കളുടെ മക്കളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചു. മക്കളെ, നിങ്ങളുടെ മാതാവിന്റെയും പിതാവിന്റെയും ഏത് രൂപമാണ് നിങ്ങളുടെ മനസ്സിൽ ദേഷ്യമായിട്ടോ പേടിയായിട്ടോ നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്ന് ചോദിച്ചാൽ
മാതാവും പിതാവും ദേഷ്യപ്പെടുന്ന സമയമെന്നാണ്. ഒരു സെക്കൻഡ് മുന്നേ പറഞ്ഞ മാതാവിനും പിതാവിനും ഞാൻ എൻ്റെ കുട്ടിയോട് ദേഷ്യപ്പെടാറില്ല എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ പതിഞ്ഞ രൂപമുണ്ട്, പിതാവായ മാതാവായ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു രൂപം. അപ്പോ ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു സെക്കൻഡിൽ നമ്മൾ എന്തെല്ലാം പ്രതികരിച്ചു, അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്തു കൂട്ടി എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോ നിലവിലുള്ള ഓരോ ജയിലുകളിലുള്ള കുറ്റവാളികളുടെയും ലിസ്റ്റ് എടുത്താൽ അവരൊക്കെ അവരുടെ ആങ്കറിനെ, ദേഷ്യത്തെ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തവരായ യഥാർത്ഥ പ്രതികൾ, നിസ്സാരക്കാരായ പ്രതികളെ കുറിച്ചല്ല, യഥാർത്ഥ പ്രതികൾ ആ ഒരു സെക്കൻഡിൽ ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവരാണെന്ന് പറയുക. അപ്പോ ചിലപ്പോ ഒരു പക്ഷെ ഞാൻ എൻ്റെ പേടിയായിരിക്കാം എനിക്ക് ഈ പറയപ്പെട്ട കോപമായിട്ട് മാറുന്നുണ്ടാവുക, പേടിയും കോപമായിട്ട് മാറും. അപ്പൊ നമുക്കതിൽ കൂടുതലായിട്ട് വിശദമായിട്ട് വരാനുള്ള വിഷയമായതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് പറയാം. അതുപോലെ തന്നെ ADHD എന്ന് പറയും. പഠന കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നു, കൊടിയമ്മ സ്കൂളിൽ. അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഇപ്പൊ കുട്ടി 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ കുഞ്ഞിന്റെ അക്ഷരങ്ങൾ എഴുതാൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഞാൻ ആ കുഞ്ഞിന്റെ കയ്യിന്റെ പുറത്തും അദ്ദേഹത്തിന്റെ പുറത്തും ഒക്കെയാണ്, ആ കുഞ്ഞിന്റെ പുറത്താണ് ഞാൻ എഴുതി കൊടുക്കാറുള്ളത്. അപ്പോ ABCD പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മലയാളത്തിലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് പുറത്ത് എഴുതി കൊടുത്താൽ ഈ കുഞ്ഞ് ADHD ബാധിച്ച കുഞ്ഞാണ്. ആ കുഞ്ഞ് ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ കാലുകൊണ്ട് അക്ഷരങ്ങൾ എഴുതും. ഗ്രൗണ്ട് അന്ന് നല്ല ഗ്രൗണ്ട് പോലെ ആയിരുന്നില്ല, എന്നാലും ആ ഉള്ള മണ്ണിനെ ഉപയോഗപ്പെടുത്തി അതിലൂടെ വലിയ അക്ഷരങ്ങളായിട്ട് ആ കുഞ്ഞ് എഴുതിയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്കൂൾ വിസിറ്റ് ചെയ്തപ്പോൾ കുട്ടി 10ാം ക്ലാസ്സിലുണ്ട്. കുട്ടിയോട് ചോദിച്ചു എന്നെ അറിയോന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറഞ്ഞു അറിയാം എന്ന് പറഞ്ഞു. അപ്പോ സാധാരണ ആരെയും അറിയാതെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ കുറെ കാലങ്ങൾക്ക് ശേഷം മറന്നുപോയി, വേറെ ആളെ കുറിച്ച് ഓർമ്മയുണ്ടാവില്ല എന്നാണ് ADHD കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ദീർഘകാലം ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല എന്നാണ്, അല്ലെങ്കിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുവെ അവരുടെ ഓർമ്മയിൽ നിൽക്കൂ എന്നാണ് കിട്ടുന്നത്. പക്ഷെ ഇങ്ങനെ 5 സെൻസിനെ നമ്മൾ അപ്ലൈ ചെയ്ത് പഠിപ്പിച്ചപ്പോൾ, 5 സെൻസ് എന്ന് പറഞ്ഞാൽ കാണുന്നു, കുട്ടി കാണാൻ കഴിയുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, അതിനേക്കാളെല്ലാം ഫീലിംഗ് ഉള്ളതാണ്. ഫീലിംഗിലൂടെ പാഠം പഠിപ്പിക്കുക, അല്ലെങ്കിൽ സ്കിന്നിനെ ഉപയോഗപ്പെടുത്തിയിട്ട് പഠിപ്പിക്കുക. അപ്പൊ സ്കിന്നിനെ ഉപയോഗപ്പെടുത്തി പഠിപ്പിച്ചത് ആ കുഞ്ഞിനുണ്ടെന്ന് മാത്രമല്ല ഏറ്റവും ഇഷ്ടമായി മാറിയത് എനിക്ക് അവിടുത്തെ ഹിന്ദിയുടെ ടീച്ചർ എന്നോട് പറയുണ്ടായി, കുഞ്ഞ് എന്റെ പരീക്ഷാ പേപ്പറിൽ എന്താ ഉണ്ടാവാറുള്ളതെന്ന് സാറിന് അറിയോ എന്ന് ചോദിച്ചു. കുട്ടി A എഴുതും, L എഴുതും, I എഴുതും, N എഴുതും. വേറെ എന്താ ഉണ്ടാവുക ചോദിച്ചു. വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ Aയും Lഉം Iയും ഒരു ഓർഡറിലാണ്. അറിയാം എന്റെ പേരാണ് കുഞ്ഞ് എഴുതിക്കുന്നത്. N എന്നത് അഷ്ഫാനിന്റെ ആ കുട്ടിയുടെ പേര്, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ പേരിൽ ഉള്ള എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ 5 സെൻസിനെ എത്രത്തോളം അപ്ലൈ ചെയ്യുന്നുണ്ടോ ഈ പറയപ്പെട്ട ADHD പോലെയുള്ള കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഉണ്ടാവും അമിതമായി വരുന്ന തലവേദനകളൊക്കെ, മൈഗ്രെയിൻ പോലുള്ള തലവേദനകളൊക്കെ നമുക്ക് ചെറിയൊരു ഓപ്പറേഷനിലൂടെ ഇത്ര ദൂരെ നിന്ന് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സംശയം, കൗൺസിലിംഗ് പഠിപ്പിക്കുന്നവർക്ക് ഓപ്പറേഷൻ പഠിപ്പിക്കുന്നുണ്ടോ? ഓപ്പറേഷൻ എന്നല്ല, തമാശക്ക് പറഞ്ഞതാണ്. നമ്മളെ ബ്രെയിനിൽ ഒരു ചിന്തയുടെ പാറ്റേണുമായി ബന്ധപ്പെട്ടിട്ടാണ് അമിതമായ തലവേദനകളും അലർജി പോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് വരാനുള്ള കാരണങ്ങൾ. നമ്മൾ എന്തിനെയോ ഭയപ്പെടുന്നതാണ്. അപ്പോ അലർജിക്ക് നമ്മൾ ഭയപ്പെടുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്റെ ശരീരത്തെ പ്രതിരോധിക്കാൻ, പ്രതികരിക്കാൻ, ഒരു പ്രശ്നത്തിനെ നേരിടാൻ, ഈ ശരീരത്തെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം എന്റെ ഈ ശരീരത്തിലുണ്ട്. അപ്പോ ഞാനൊരു വസ്തുവിനെ ഭയപ്പെട്ടു, എന്റെ ശരീരത്തിലേക്ക് ഒരു എന്താ പറയാ വൈറസോ ബാക്ടീരിയയോ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ നിന്നും അമിതമായ ശക്തിയോടുകൂടെ ഒരു റോക്കറ്റിനെ പ്രപഞ്ചത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് വിടാൻ ഒരു റോക്കറ്റിന് എത്രത്തോളം ശക്തി വേണമോ അതിനേക്കാൾ ഉള്ള ശക്തിയോടുകൂടെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ പറയപ്പെട്ട അല്ലെങ്കിൽ ശരീരത്തിലേക്ക് പ്രവേശിച്ച ബാക്ടീരിയകളെ, വൈറസുകളെ പുറന്തള്ളും. അത് നമ്മൾ തുമ്മുക എന്ന് പറയും. അപ്പോ ഒരു ശരീരത്തിലേക്ക് ഒരു വസ്തുവിനെ വന്നാൽ ഉടനെ നമ്മുടെ ശരീരം അതിനോടൊക്കെ പ്രതികരിച്ച് വളരെ പെട്ടെന്ന് ഈ പറയപ്പെട്ട വൈറസിനെ പുറന്തള്ളും. ഇതേ സാധനം നമ്മൾ ഭയപ്പെട്ടുകിട്ട് ഒരു വസ്തുവിനെ ഭയപ്പെടുമ്പോൾ
നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഈ പറയപ്പെട്ട ഹോർമോണുകൾ ഉണ്ടാവുകയും ഹോർമോൺ ടെസ്റ്റ് ചെയ്താൽ നമുക്കറിയാം അലർജി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഈ ടെസ്റ്റിൽ മുഴുവനും കാണാം അലർജി. പക്ഷെ ശരി, റിയൽ കേസ് ഇവിടെ വരുന്നത് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡ് അതിന് ഭയപ്പെടുന്നതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്നതോടുകൂടെ, അല്ലെങ്കിൽ ഭയത്തിന് സോൾവ് ചെയ്യുന്നതോടുകൂടെ ഈ പ്രശ്നവും സോൾവ് ആവുന്നതാണ്. അപ്പോൾ പിന്നെ ഹെഡേക്ക് ആവട്ടെ, അലർജി ആവട്ടെ, മൈഗ്രെയിൻ ആവട്ടെ, ഇതിനൊക്കെ നമുക്ക് ഈ ചിന്താ പാറ്റേണിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ, നോട്ട് ചെയ്യണേ, ചിന്താ പാറ്റേണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ നമുക്കതിനെ പരിഹരിക്കാൻ പറ്റും. എന്നാൽ കണ്ണിന്റെ പ്രശ്നം ഉണ്ടാകും, കണ്ണിന്റെ കാഴ്ച കുറയുന്നത് കാരണത്താൽ വീണ്ടും നമ്മൾ ഫോണിലോ ബുക്കിലോ നിരന്തരം വർക്ക് ചെയ്യുകയാണെങ്കിൽ തലവേദന വരും. അതല്ലാതെ വരുന്ന മൈഗ്രെയിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ അലർജി പറഞ്ഞു. ഇതുപോലുള്ള ചില വിഷയങ്ങൾ, ഹീലിംഗ്, ട്രോമ ക്യൂർ, അതുപോലത്തെ കുറെ സബ്ജക്റ്റുകളും പിന്നീട്. ഇതല്ലാതെ നിങ്ങളുടെ ഒരു ക്ലയന്റ് വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, നാളെ ഒരു ക്ലയന്റ് എനിക്ക് വരുന്നുണ്ടെങ്കിൽ ആ ക്ലയന്റിന്റെ സബ്ജക്റ്റ് ഉടനെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ചിലത് ഉടനെ എനിക്ക് അറിയുന്നതുണ്ടാവാം, എല്ലാം എനിക്കറിയുന്ന ഒരു നിറകുടമൊന്നുമല്ല ഞാൻ. ചിലതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കേണ്ടതുണ്ടാവാം. കാരണം പ്രത്യേകിച്ചൊക്കെ ഈ കൗൺസിലിംഗ് മേഖലയിലൊക്കെ ഇന്ന് വന്ന കേസ് ഒരുപക്ഷെ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, പിന്നീട് വരാനേ സാധ്യത ഉണ്ടാവില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ കേസുകൾ വീണ്ടും വരുന്നുണ്ടാവും. ഇപ്പൊ ഇതിൽ നമ്മൾ പറയാത്ത ചില കേസുകളുണ്ട്, സംസാരിച്ചേ മതിയാകൂ എന്ന് തോന്നുന്ന ചില കേസുകളുണ്ട്. ഉദാഹരണത്തിന് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമ്മൾ പറയണേ. കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ആണാണോ പെണ്ണാണോ. നമ്മൾ എഴുതിയിട്ടുണ്ടാവും ആ കുട്ടി ജനിച്ചപ്പോൾ ആൺകുഞ്ഞാണ് എന്ന്, കുട്ടിയെ ആണാക്കിയിട്ടുണ്ടാവും. പക്ഷെ കുട്ടിയുടെ മെന്റാലിറ്റി മുഴുവനും സ്ത്രീ രൂപത്തിലാണ്. നമ്മൾ എന്താ പറയാ, കാന്തപൊട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു മെന്റാലിറ്റി ഉള്ള ഒരുപാട് കേസുകൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട്. അപ്പൊ ഒരു പക്ഷേ നിങ്ങൾക്കൊരു കേസ് വരാനുണ്ടെങ്കിൽ ആ കേസ്, അതുപോലുള്ള കേസുകളൊക്കെ നമുക്ക് ഇതിനിടയിൽ ചേർക്കും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ചില കേസുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് മനസ്സിലാക്കേണ്ട, ഒരു കൗൺസിലർ മനസ്സിലാക്കേണ്ട കേസുകളാണ്. അപ്പോൾ ഇതിനേക്കാൾ വളരെ പ്രാധാന്യം ഉണ്ടാവുക ഒരുപക്ഷെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു ക്ലയന്റ് വരുന്നുണ്ടെങ്കിൽ ആ ക്ലയന്റുമായി ബന്ധപ്പെട്ട കേസുകളായിരിക്കും. അപ്പോൾ നമ്മൾ ആ കേസിനെ നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള സമയം മിക്കവാറും ലാസ്റ്റ് സമയത്തായിരിക്കും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ അതിന് അപ്പോഴേ തന്നെ മറുപടി തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ആ ടോപ്പിക്കായിരിക്കും അടുത്ത ദിവസം നമ്മൾ ക്ലാസ് കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ പഠിക്കാൻ വന്നത് 30 ദിവസത്തേക്ക് അല്ലെന്ന ധാരണ നിങ്ങൾക്ക് ആദ്യം വേണം. ഒരു 30 ദിവസം കൊണ്ട് ഇതെല്ലാം പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഒരു കൗൺസിലറുടെ മുന്നിൽ ഇരിക്കുക, അല്ലെങ്കിൽ കൗൺസിലറായി ബോർഡും വെച്ചിരിക്കുക എന്നതല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വിഷയം കിട്ടിയാൽ, ഈ വിഷയത്തിന് അല്ലെങ്കിൽ നാളത്തെ ഒരു വിഷയം കിട്ടി, ഒരാളെ ക്ലയന്റിനെ മുന്നിൽ ഇരുത്താനുള്ള അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അയാളുടെ പ്രശ്നത്തെ കേൾക്കുക എന്നൊരു ടോപ്പിക്കിൽ നിങ്ങൾക്ക്, ഇപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കേൾക്കുക, നല്ലൊരു ശ്രോതാവാവുക എന്നൊരു കേസ് കിട്ടി, ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഇപ്പോ MA സൈക്കോളജി കഴിഞ്ഞ കുറെ പേര് നമ്മളെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള കുറെ സൈക്കോളജി കോഴ്സുകൾ പഠിച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ക്ലയന്റിന് മുന്നിൽ ഇരിക്കാനുള്ളൊരു മടി ഉണ്ടെങ്കിൽ ആ മടി മാറാനുള്ള ഒരു ടോപ്പിക്കായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഞാനൊരു കൗൺസിലർ ആണെങ്കിൽ എനിക്ക് ഫസ്റ്റ് വേണ്ട ക്വാളിറ്റി എന്നത്, നിങ്ങൾ ആരാണോ സംസാരിക്കുന്നത്, ആരാണോ ക്ലയന്റ്, ആ ക്ലയന്റ് പറയുന്നത് മുഴുവനും ശ്രദ്ധയോടെ, താല്പര്യത്തോടെ, അനുകമ്പയോടെ കേട്ടിരിക്കുക എന്നുള്ളതാണ്. ഒന്നും നമ്മൾ പറയേണ്ടതല്ല. അയാൾ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാം, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് അല്ല അയാൾ ഇങ്ങനെ പറയുന്നു, റേഡിയോ ഓണാക്കുന്നു, ശ്രോതാവായി ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നു, തലതാത്തുന്നു, മുഖത്ത് നോക്കുന്നില്ല, അങ്ങനെയല്ല ആ പറഞ്ഞിരുന്നത്. ശ്രദ്ധയോടെ അവരെ കേൾക്കുകയും അവരെ കൊണ്ട് കൂടുതൽ പറയാനുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കൊണ്ടുപോവുകയും ചെയ്യുക എന്ന ഒരു സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ, ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു പ്രാക്ടീസ് തരാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ തരാൻ വേണ്ടി പോവുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾ കേൾക്കുക എന്നതാണ്. വെറുതെ കേൾത്താൽ മതി, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കാര് പറഞ്ഞത് ടൈംലൈൻ അല്ല, എന്താ പറയാ, ഒരു കുടുംബ പ്രശ്നം എന്ന് പറയാലോ. കുടുംബ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് തന്നെ നമ്മളെ റിവീൽ ചെയ്യാൻ, ഭാര്യയെ കേൾക്കാത്ത ഭർത്താവ്, ഭർത്താവിനെ കേൾക്കാത്ത ഭാര്യ, ഇത് രണ്ടാണ് പ്രശ്നം. രണ്ടുപേരും ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ അവർക്കിടയിൽ ഉണ്ടാവും. ഇവിടെ ക്ലാസ്സിൽ ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നത് മക്കളും
മാതാപിതാക്കൾ ഒരുമിച്ച് കേൾക്കുന്നുണ്ടാവാൻ കുറെ കേസുകളുണ്ട്, കുറെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ സംസാരിക്കുന്നതിന് പരിമിതികളുണ്ട്. ചില ഫാമിലി കേസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറ്, മാതാവും മകനും അല്ലെങ്കിൽ മാതാവും മകളും പിതാവും മകനും മകളും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ ഒന്ന് വ്യത്യസ്ത റൂമുകളിൽ ഇരുന്നിട്ട് കേൾക്കണം. കാരണം എനിക്ക് പറയാനുള്ളത് ഫാമിലി കേസ് വരുമ്പോൾ നിർബന്ധമായിട്ടും പറഞ്ഞാൽ മതിയാവും. അപ്പൊ നിങ്ങൾ ഉണ്ടെന്ന് കരുതി ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഫാമിലി കേസ് നിങ്ങളെ മുമ്പിലൊക്കെ ക്ലയന്റ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുകയും ആ പ്രശ്നത്തിന് ഇതാണ് പരിഹാരം എന്ന് ഞാൻ പറയാൻ മടി കാണിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് ആമുഖ ദിവസം തന്നെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത്, അങ്ങനെ കേൾക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഫോണിൽ വ്യത്യസ്ത മേഖലയിൽ പോയിട്ട് റൂമിൽ ഇരുന്നിട്ട് കേൾക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത്, ഫാമിലി കേസിൽ ബേസിക് അടിസ്ഥാന കാരണമായിട്ട് വരിക ഈ ഇരുന്ന് സംസാരിക്കുന്നില്ല എന്നുള്ള കേസാണ്. ചില ആളുകൾ തമാശക്ക് പറയാറുണ്ട്, ഫാമിലികളിൽ അടിപിടി ധാരാളമായി നടക്കുന്നുണ്ടാവും, ആ അടിപിടി നടക്കുന്ന ഫാമിലികളിലാണ് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. അപ്പൊ അടിപിടി ഒരു കുടുംബത്തിന് രസകരമാണ്. പക്ഷേ അത് കുട്ടികളുടെ സ്വഭാവത്തെ വൈകല്യമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് അത് പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ, അവിടെയാണ് മാതാവിനും പിതാവിന്റെയും പ്രശ്നങ്ങൾ അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ ഞാനൊക്കെ വളർത്തുന്ന തലമുറയാണെന്നും ഞാൻ ചെയ്യുന്ന പ്രശ്നങ്ങൾ തലമുറകളിലേക്ക് ബാധിക്കുന്നുണ്ടെന്നും തിരിച്ചറിയാൻ നിങ്ങൾ ഈ ഫാമിലി കൗൺസിലിങ്ങിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ നിർദ്ദേശം കൊടുക്കേണ്ടതാണ്. അപ്പോ ഏതായാലും നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമില്ലാതിരിക്കാൻ നമ്മൾ കൗൺസിലിംഗ് ഒക്കെ വേറെ, ആദ്യം നമുക്ക് സ്വസ്ഥത കിട്ടേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടുകാരിലുമാണ്. അപ്പൊ കൂട്ടുകാരെ കേൾക്കുക, കുടുംബത്തിലെ അംഗങ്ങളെ കേൾക്കുക, ഇതാണ് നിങ്ങൾക്കുള്ള ടാസ്ക് ഇന്ന് തരുന്നത്. ഈ ടാസ്ക് നിങ്ങൾ കൃത്യമായി ചെയ്യണം. ക്ലാസ് കേൾക്കുന്ന ആളുകളാവട്ടെ, കൗൺസിലിംഗ് ക്ലാസ്സിലേക്ക് വരുന്നവരാവട്ടെ, വരാത്തവരാവട്ടെ, നിങ്ങളുടെ കുടുംബം ഭാസുരമായ ഒരു കുടുംബജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇണയോട് ഇത്തിരി നേരം കണ്ണിൽ കണ്ണും നോക്കി കാത് കൊടുത്ത് നിങ്ങൾ കേൾക്കുക. അവരുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് അവരെ കേൾക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളെ ഫാമിലി, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളെ ആരോടൊക്കെയാണോ നിങ്ങൾ ഇടപെടുന്നത്, അവരുടെ ഒരു ആശാ കേന്ദ്രം നിങ്ങളായി മാറും. അവരുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു അഭയസ്ഥാനം നിങ്ങളായി മാറും. അപ്പോൾ കേൾക്കുക എന്നതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. കേൾക്കാൻ തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് തിരക്കായിരിക്കും. ആ ഫോണിനൊക്കെ ഒന്ന് മാറ്റി വെച്ച് സ്വസ്ഥതയോടുകൂടെ അവരോടൊപ്പം ഇത്തിരി നേരം നിങ്ങൾ ഇരിക്കുക, കണ്ണിൽ നോക്കി ഇരിക്കുക. അത് കുടുംബത്തിന് കൊടുക്കാൻ പറ്റുന്ന, കുടുംബത്തിലെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന, നിങ്ങളുടെ മക്കൾക്ക്, ഭാര്യ ഭർത്താവ് മാത്രമല്ലല്ലോ, കണ്ണും നോക്കിയിരിക്കുക എന്ന ആ ഒരു ടാസ്കിന് നിങ്ങൾ ഒരു എത്ര മിനിറ്റ് സമയം മിനിമം തരേണ്ടത് വെച്ചാൽ മിനിമം 5 മിനിറ്റ് ആണ്. വാച്ചിൽ നോക്കിയിട്ട് നിങ്ങൾ ക്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചോ. ഈ 5 മിനിറ്റ് നിങ്ങളൊന്നും മിണ്ടണ്ട, നിങ്ങളെ ഇണയോട് ഒന്ന് ഇത്തിരി നേരം കണ്ണിൽ നോക്കി പുഞ്ചിരിയോടുകൂടെ ഇരുന്ന് കൊടുത്താൽ മതി. എന്തെല്ലാം വിശേഷം ചോദിച്ചാൽ മതി. ഒരു പക്ഷേ നിങ്ങളെ കണ്ണ് തരാതെ തല താത്തിട്ട് പറയും, എന്താ വിശേഷം, ഇന്നെന്തായാലും കാണല് തുടങ്ങിയതല്ലല്ലോ എന്നുള്ള കേസാണ് പറയുക. അപ്പൊ കേസ് പറയുകയാണെങ്കിലും നിങ്ങൾ കേട്ടു തുടങ്ങുക. കാരണം ഇക്കാലം അത്രയും, ഞാനിപ്പോ എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി എന്ന് നമ്മൾ ഓരോ ആളുകളും പറയുണ്ടാവും. ആ അത്ര വർഷമാണെങ്കിൽ പോലും ആ ഇണയുടെ കണ്ണിൽ നോക്കി ഇത്ര നേരം ഇരിക്കാൻ നിങ്ങൾ കഴിഞ്ഞാൽ അയാൾ പറയും, ഒരു പക്ഷേ ഇത്ര കാലമായിട്ട് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇത് എന്ന് നിങ്ങളോട് പറയും. ഇതുവരെ നോക്കിയിരിക്കാത്ത ആരാണെങ്കിൽ കേട്ടോ, നോക്കുന്നവർക്ക് അറിയാം. അപ്പൊ നോക്കിയിരിക്കുക, കയ്യിലൊന്ന് തൊട്ട് ടച്ച് ചെയ്യുക, ഇതൊക്കെ 5 സെൻസ് എന്ന് പറഞ്ഞാൽ 5 രീതിയിലാണ് ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ വരിക. ഇതാണ് NLPയുടെ ഒരു അടിസ്ഥാന കാര്യം. 5 രീതിയിലൂടെ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ കയറും. കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, സ്കിന്ന് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ഈ സാധനം. ഇതിനെയാണ് 5 രീതിയിലും നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അപ്പോ മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകത ഉണ്ട്. ഏത് ദിവസവും അയാൾ ആഗ്രഹിക്കുന്ന പുതുമകളാണ്, പുതിയത് ഇതാണ് അയാൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട, തിരിച്ചറിയേണ്ട ഒരു കേസുണ്ട്. എന്തും പുതിയത് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ള എൻ്റെ ഇണയെ, എൻ്റെ മകനെ, എൻ്റെ മകളെ, അത് പറഞ്ഞ ഇണയാണ്, ഇവർക്കൊക്കെ പുതുമ കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. ഇന്നലത്തെ പിതാവാകാൻ പാടില്ല ഇന്ന് ഞാൻ എൻ്റെ കുട്ടിക്ക്.
ഇന്ന് ഞാൻ പുതുമയുള്ള ഒരാളായിട്ട് മാറി. അപ്പൊ ആ പുതുമ, എന്താ പറയേണ്ടത്, മോഡിഫിക്കേഷൻ, പുതിയ അവസ്ഥയിലേക്ക് മാറുക എന്ന ആ ഒരു ചിന്ത ക്ലാസ്സിൽ പോകുന്ന അധ്യാപകനാണെങ്കിലും എന്നും ഒരുപോലെ പോവുകയാണെങ്കിൽ ആ അധ്യാപകനെ മരണ വാർത്ത അന്വേഷിച്ച് നടക്കുന്ന ഒരു മകനായി മാറും, കുട്ടിയായി മാറുമായിരുന്നു. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മളൊരു പുതിയ അധ്യാപകനായി കുട്ടികളുടെ മുന്നിലേക്ക് പോവുക, പുതിയ ഭർത്താവായിട്ട് ഭാര്യയുടെ മുന്നിൽ പോവുക, പുതിയ ഭാര്യയായിട്ട് ഭർത്താവിന് മുന്നിൽ പോവുക. അപ്പൊ പുതിയ ഭാര്യ എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ, നമുക്ക് പുതിയതൊന്നും ഉണ്ടാക്കാനല്ലോ, ഉള്ളതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് സംസാരിക്കാവൂ, കേൾക്കാവൂ, അയാൾക്ക് കാണാവൂ, അയാൾക്ക് കേൾക്കാവൂ, അയാൾക്ക് മണക്കാവൂ, രുചിക്കാവൂ, എന്നും ഒരുപോലെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റി തരം തിരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക. അപ്പോ കുടുംബത്തിൽ ആദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്ലയന്റിനെ കേൾക്കാൻ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ഇനി കുടുംബത്തിൽ വേറെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരാൾക്ക് 7000 വാക്കുകളാണ് ഒരു ദിവസം പറയാനുണ്ടാവുക. സൈക്കോളജിസ്റ്റുകൾ അങ്ങനെയാണ് അതിനെ കണക്കൂട്ടിയിട്ടുള്ളത്. 7000 വാക്കുകൾ ഒരാൾക്ക് പറയാനുണ്ട്. ഇപ്പൊ ഞാൻ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂറിൽ എനിക്ക് പറയാനുള്ള 7000 വാക്കുകൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ടാവും. എന്റെ ഭാര്യയ്ക്കാണെങ്കിൽ അടുക്കളയിലെ പണികളെല്ലാം ചെയ്യാനുണ്ടാവും. അയാൾ പുറത്തൊന്നും ജോലിക്ക് പോകുന്നുണ്ടാവില്ല. അയാളോ 7000 വാക്കുകൾക്ക് അയാൾക്ക് പറയാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ 7000 വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അധ്യാപകനായി ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ കുടുംബിനിയായ അല്ലെങ്കിൽ വീട്ടമ്മയായ ഭാര്യയ്ക്ക് ഒരു വാക്കുകളും പറയാനില്ല. എനിക്കാണെങ്കിൽ അയാളെ കേൾക്കാനും സമയമില്ല. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ചാൽ അയാളുടെ 7000 വാക്കുകൾ പറയാനുള്ള അവസരം നമ്മൾ നിശ്ചയിച്ചതോടുകൂടെ ഒന്നുകിൽ അയാൾ പൊട്ടിക്കരേണ്ട സാഹചര്യത്തിലേക്ക് പോകും, അല്ലെങ്കിലോ പറയുന്ന വല്ല വാക്കുണ്ടെങ്കിൽ ആ വാക്കിന് 7000ന്റെ സ്ട്രോങ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് താങ്ങാനും പറ്റില്ല. അപ്പോൾ പരമാവധി അവരെ കേൾക്കുക എന്ന ഒരു ആശയം നിങ്ങളെ മുന്നിലിട്ട് തരികയാണ്. അപ്പൊ ഫാമിലി പ്രോബ്ലം വേറുള്ള ആളുടെ കേസിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം നമ്മളെ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു കേസ് ഇല്ലാതിരിക്കലാണ്. ഉണ്ടായിട്ട് ചികിത്സിക്കലല്ല, ഇല്ലാതിരിക്കലാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ എൻ്റെ അയൽവാസിയായ ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, എന്റെ ഭർത്താവ് എന്നെ തീരെ മെയിൻറ്റ് ചെയ്യുന്നില്ല എന്നൊരു കേസ് പറഞ്ഞു. തീരെ മെയിൻറ്റ് ചെയ്യുന്നില്ല, വെരി ഗുഡ്. അതെന്താ വെരി ഗുഡ്? അപ്പൊ എനിക്ക് അവിടെ ഗ്യാപ്പ് ഉണ്ട് എന്നല്ല പറഞ്ഞ ഉദ്ദേശം. വെരി ഗുഡ് എന്ന് പറയുന്നത് അങ്ങനെ തിരിച്ചറിയാൻ കഴിയണം. എന്റെ ഭർത്താവ് എന്നെ മെയിൻറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്നെ മെയിൻറ്റ് ചെയ്യുന്നില്ല എന്നത് ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിനെ അങ്ങനെ കാണുകയാണെങ്കിൽ യെസ്, നമുക്കതിനെ പ്രതികരിക്കാൻ കഴിയും. അതിനെ എങ്ങനെയാണ് നമ്മളെ ആളാക്കിയിട്ട് അയാളെ കൊണ്ടുവരേണ്ടത് നമുക്ക് പഠിക്കാനും കഴിയും. അപ്പോ നമ്മൾ നെഗ്ലക്ട് ചെയ്ത ആളുടെ പിറകെ പോയി നമ്മൾ ഒഴിവാക്കി, നിഷേധിച്ചു, എന്നെ മെയിൻറ്റ് ചെയ്യാതെ വിടുന്ന ഒരാളെ വീണ്ടും ഞാൻ പിന്നാലെ പോയാൽ, അയാളെ പിറകെ പോയാൽ അയാൾ വീണ്ടും നമ്മളെ വിട്ടു ഓടുകയാണ് ചെയ്യുക. അതേ സമയത്ത് അയാൾ പുറംതിരിഞ്ഞ് നടക്കുന്നു, ഞാനും പുറംതിരിഞ്ഞ് നടക്കുന്നു. ഇങ്ങോട്ട് എങ്ങനെയാണോ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണോ അയാൾ സംസാരിക്കാതിരിക്കുന്നത് വെച്ചാൽ നമ്മളും ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളും ഇതുപോലെ തന്നെ പ്രതികരിക്കാതിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ യെസ്, ആ ഭാഗം ഒന്ന് പുനർചിന്ത നടക്കും. ഇല്ല, നമ്മൾ വീണ്ടും അയാളെ കൂടെ ഇങ്ങനെ വരികയാണെങ്കിൽ അയാൾക്ക് നമ്മൾ ആവശ്യമില്ല എന്ന ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ ഫീലിങ്ങിന് തന്നെയാണ് ഏറ്റവും വാല്യൂ വരിക. അപ്പോൾ ഒരു സമയത്ത് ഇങ്ങോട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടില്ല എന്ന ചിന്ത കൊടുക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാവുകയും ആ തെറ്റെന്താണെന്ന് എനിക്ക് അറിയാതിരിക്കുകയും ചെയ്യാം. എന്നിട്ട് ഞാൻ അയാൾ ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ ഞാനും പ്രതികരിക്കാതിരിക്കുന്നത് ശരിയാവില്ല. അപ്പോൾ എപ്പോഴും ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി എന്ന ഒരു വളരെ വലിയ വാല്യൂ NLP നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഒരാൾ എന്നോട് മിണ്ടുന്നില്ല, എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം. ഒരാൾ എന്നെ നോക്കി ചിരിക്കുന്നില്ല, അത് അയാളെ കുഴപ്പമില്ല, എൻ്റെ കുഴപ്പമായിട്ട് ഞാൻ ഏറ്റെടുക്കണം. അപ്പോൾ എന്തിൻ്റെയും ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുന്നതോടുകൂടെ, അതായത് നമ്മളോട് പ്രതികരിക്കുന്നതിന് കേട്ടോ, അല്ലാതെ എട്ടുകാലി മമ്മൂഞ്ഞ്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാലി മമ്മൂഞ്ഞ് പോലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന് അയാൾ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ വഴിമാറി നടക്കുന്നു എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോ എന്താണ് എന്റെ ഭാഗത്തുള്ള തെറ്റ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് അയാളോട് ചോദിക്കലല്ല, അയാളോട് ലാസ്റ്റ് ഘട്ടത്തിലാണ് ചോദിക്കേണ്ടത്. നമ്മളെ കുറിച്ച് പുനർവിചിന്തനം നടത്തുക,
എന്താണ് എൻ്റെ ഭാഗത്ത് വന്നുപോയി എന്ന്. അപ്പോൾ ഒരു ഫാമിലി തെറാപ്പിസ്റ്റ് ആയിട്ട് നമുക്ക് മാറണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫാമിലി അതിൻ്റെ എന്താ പറയാ കെട്ടുമട്ടും ഒന്ന് സ്ട്രോങ് ആണെന്നും ഉറപ്പ് വരുത്തണം. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, കുഴിയിൽ വീഴുന്ന ആളെ രക്ഷപ്പെടുത്താൻ കൈ കൊടുക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞതുപോലെ ഫാമിലിയുടെ കേസ് വരുമ്പോൾ എൻ്റെ ഫാമിലി സ്ട്രോങ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇപ്പോ NLP-യിൽ വന്ന ഒരാളെ തന്നെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞതാണ്. അയാളുടെ ഭർത്താവ് 15-16 വർഷമായിട്ട് അയാൾ മെയിൻറ്റ് ചെയ്യുന്നില്ല. കുട്ടികളെ ആലോചിച്ച് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഇവരെ അവിടെ കുടുംബത്തിൽ ജീവിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ വേണ്ട എന്ന് തോന്നുന്ന ഒരാളെ ഭാര്യയായി നിങ്ങൾ തുടരുന്നതിൽ എന്തർത്ഥം എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ശരിയാണല്ലോ, 15 വർഷം എന്നെ വേണ്ടാത്ത ഒരാൾ, 15 വർഷമായിട്ട് എന്നെ വേണ്ടാത്ത ഒരാളെ അടുക്കളയിൽ എല്ലാ പണികളും ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായ ഞാൻ ഇനി ആ പരിപാടി നിർത്തിയാൽ എന്താ എന്ന ചിന്ത അയാളെ ഉള്ളിൽ കിടക്കുകയാണ്. ഈ ചോദ്യത്തോട് കൂടെ അയാൾ ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അയാളെ അറിയിച്ചു, അയാൾ മറുപടി കൊടുത്തു, വെരി ഗുഡ്, എന്നോ നീ ചെയ്യേണ്ട കാര്യമാണെന്ന് മറുപടി കൊടുത്തു. അപ്പൊ അതേ സമയത്ത് അയാളെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി പോരുന്നു, പിരിയുന്നു. ഇപ്പൊ ഹാപ്പി ലൈഫിൽ അയാൾ കൊണ്ടു നടക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഏറ്റവും സുഖസുന്ദരമായ കുടുംബജീവിതം കെട്ടിപ്പടിച്ചിട്ട് ലോകയാത്രകളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് പോവാണ്. അയാളെ സ്റ്റാറ്റസ് ഒക്കെ ആ രീതിയിലാണ്. ഞാൻ പറഞ്ഞു വന്നത് ഉള്ള ബന്ധത്തെ തകർക്കാനല്ല പറഞ്ഞത്. നമുക്കൊരു ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ ആ ഫീലിംഗ് സെയിം ഫീലിംഗ് നമ്മുടെ ഇനക്കും ഉണ്ടാകുമെന്ന് തിരിച്ചറിയാം. അതിനാ പറഞ്ഞത്. അപ്പൊ 15 വർഷമായിട്ട് ഞാൻ മോശക്കാരിയാണെന്ന് തിരിച്ചറിയുന്ന ഭർത്താവിനോട് ഒരു ദിവസം തിരിച്ചു ചോദിക്കുകയാണ്, ഇങ്ങനെയെങ്കിൽ ഞാൻ എന്തിനാണ്? അപ്പൊ അയാൾ തിരിച്ചു ചോദിക്കുകയാണ്, അതേ ഞാനും തന്നെയാണ് ആഗ്രഹിക്കുന്നത്, 15 വർഷമായിട്ട് ഞാനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, ഇങ്ങനെയാണെങ്കിൽ എന്തിനാന്നുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മുടെ ലൈഫിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. ലൈഫിലെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും നമ്മൾ ഒരു കാണപ്പെട്ട വ്യക്തിയായി മാറുക. കാണപ്പെട്ട വ്യക്തി. അപ്പൊ വീട്ടിലേക്ക് കയറി വരുമ്പോ നമ്മുടെയൊക്കെ ഒരു കുട്ടി ഉണ്ടാവും, ഒരു ഫോൺ ഏറ്റവും അടുത്ത് നമ്മുടെ കയ്യില്, നമ്മുടെ ഹൃദയത്തില്, പോക്കറ്റിലൊക്കെ വെച്ചിട്ട് കൊണ്ടു നടക്കുന്നത് ഫോണാണ്. അപ്പൊ അത്ര വാല്യൂ ഒരു പക്ഷേ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ടാവില്ല, എൻ്റെ ഇണക്ക് ഞാൻ കൊടുക്കുന്നുണ്ടാവില്ല. അത് എൻ്റെ ഭാഗത്തുള്ള വീഴ്ചയായിരിക്കാം. ഇപ്പോ നോക്കി, ഈ സമയത്ത് നിങ്ങൾ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴും നമ്മൾ ഫോണിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പൊ കുട്ടികളുടെ വിഷയമെല്ലാം ആലോചിക്കുമ്പോൾ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന ഫീലിംഗ് ഉണ്ടാവുന്നതും, അല്ലാതെ ഫോണിൽ, വാട്സപ്പിൽ, അല്ലെങ്കിൽ എന്താ പറയാ ബാക്കിയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ നിരങ്ങി പിന്നെ കുടുംബത്തെ കാണാൻ കഴിയാത്ത ഒരു വീട്ടമ്മ അല്ലെങ്കിൽ വീട്ടുകാരൻ എന്ന അവസ്ഥയിൽ നിന്ന് കുടുംബനാഥൻ എന്ന അവസ്ഥയിൽ നിന്ന് മാറിയേ മതിയാവും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പിന്നെ പുറത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പ് വെക്കാൻ ഒരു ഷോക്കേസ് വെക്കാൻ, അല്ലെങ്കിൽ ഒരു ഷോ ചെരുപ്പ് വെക്കാൻ ഒരു പ്രത്യേക ഭാഗം വെക്കാറുണ്ട്. ഇന്ന ഭാഗത്തെ വീട്ടിലെ ചെരുപ്പ് കഴിക്കും, പുറത്താണെങ്കിൽ പുറത്ത്, അല്ലെങ്കിൽ ഒരു വല്ല റാക്ക് ഉണ്ടെങ്കിൽ ആ റാക്കിലാണ് ചെരുപ്പിന് സ്ഥാനം വെക്കാറുണ്ട്. എന്നതുപോലെ ബിസിനസ്സുകാരെല്ലാം കുടുംബത്തിലേക്ക് കയറിയാൽ അവരുടെ ഫോണ് അവർ മാറ്റിവെക്കും. എന്നാൽ അധ്യാപകരായ നിങ്ങളിൽ പല ആൾക്കാരും, ഞാനുൾപ്പെടെ, അല്ലെങ്കിൽ നമ്മളിൽ പല ആൾക്കാരും ഫോണുമായിട്ടാണ് കുടുംബത്തിലേക്ക് കയറി വരിക. അപ്പോ ഈ ഫോണാണെങ്കിലോ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എനിക്കാണെങ്കിലോ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളുമായിട്ടോ ഒന്നും സംസാരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. അപ്പൊ കുടുംബത്തിലേക്ക് എത്തിയാൽ ഫോൺ അടിച്ചാൽ ആ ആളെ നമ്പർ അവിടെ കാണും. ഒരിക്കൽ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, കേട്ട ആളുകൾ ഒന്നുകൂടെ സഹിച്ചോളൂ കേട്ടോ. ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുത്തൻ ഫോൺ വാങ്ങി. അയാളെ മാനേജറാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഓഫീസിന്റെ മാനേജറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുതലാളി പിന്നെ ലാൻഡ് ഫോൺ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ മൊബൈൽ ഫോൺ എടുത്തില്ല. അപ്പൊ മുതലാളി വരുന്ന സമയത്ത് ചോദിക്കുകയാണ്, നീ എന്താണ് ഫോൺ എടുക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പോ ഈ മാനേജർ തിരിച്ചു ചോദിക്കുകയാണ്, എൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് ഞാൻ ഫോൺ, പക്ഷേ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പൊ എൻ്റെ ആവശ്യത്തിൽ എന്നെ വിളിച്ച ആളുകളുടെ നമ്പർ അവിടെ ഉണ്ടാവും. എൻ്റെ ജോലി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്കും. അത് മുതലാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ്. കാരണം ഒരു പക്ഷേ ഇദ്ദേഹം ഫോണ് കളിക്കുന്നുണ്ടോ ചെക്ക് ചെയ്യാനായിരിക്കാം മുതലാളി വിളിച്ചിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞു വന്നത്, നമ്മള്
കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ ഫോണിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യമുണ്ട്. അതിനേക്കാൾ വലിയ പ്രാധാന്യം നമ്മൾ ഇതുവരെ കുടുംബത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ നിമിഷം മുതൽ അതിന് വാല്യൂ കൊടുത്തു തുടങ്ങണം. അപ്പോഴേ കുടുംബം നമ്മളെ ആഗ്രഹിക്കുള്ളൂ. പിന്നെ വേറൊന്ന്, ചില ആളുകൾ പ്രാസംഗികർ പറയുന്നത് പോലെ, എത്രത്തോളം ഇൻകമിങ് കോൾ എന്റെ ഫോണിലേക്ക് വരുന്നുണ്ടോ അത്രത്തോളം വാല്യൂ ഉള്ള ഒരാളാണ് ഞാൻ. എത്രത്തോളം ഔട്ട് ഗോയിങ് കോളാണ് ഇതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോകുന്നുവെങ്കിൽ അത്രയും വാല്യൂ കുറഞ്ഞ ഒരാളാണ് ഞാൻ. വല്ലതും മനസ്സിലായോ നിങ്ങൾക്ക്? വാല്യൂ എന്ന ഒരു വസ്തുണ്ട്. എന്റെ ജീവിതത്തിന് വാല്യൂ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുന്ന ആളുടെ എണ്ണം കൂടും. എന്റെ ജീവിതത്തിന് വാല്യൂ ഇല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന ആളുടെ എണ്ണം കൂടും. അപ്പോ എന്റെ കുടുംബം എന്നതിന് വളരെ വാല്യൂ കൊടുക്കുമ്പോൾ ഈ 7000 വാക്ക് എന്നൊരു വസ്തുത എന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് എന്റെ കുടുംബത്തിന്റെ ആളുകൾക്ക് സംസാരിക്കാനുള്ള സമയമായി ഞാൻ കൊടുക്കണം. ഇല്ലെങ്കിൽ അവർക്ക്, നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് മൈൻഡ് ചെയ്യാൻ സമയമുണ്ടാവില്ല. ഇന്ന് നിങ്ങൾക്ക് തിരക്ക് പിടിച്ച ആളാണ്, നാളെ നിങ്ങളെ മക്കൾക്കാണ് തിരക്ക് പിടിക്കുന്നുണ്ടാവുക. അന്ന് നിങ്ങൾ പടുവൃദ്ധനായി വീടിന്റെ മുക്കിലും മൂലയിലും ഇരിക്കേണ്ടി വരും. മക്കള് നിങ്ങളിപ്പോ തിരിഞ്ഞു നോക്കി നടക്കാതെ പോകുന്നത് പോലെ തന്നെയാണ് അവരവരുടെ ജീവിതം കണ്ടുപഠിക്കുന്നുണ്ടാവുക. അവർക്ക് വീടിന്റെ മുന്നിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ മുന്നിലൂടെ അവിടെ പോകാൻ പോലും സമയം ഉണ്ടാവില്ല. ആ ആൾ വഴി അവരങ്ങനെ നടന്നു പോകും. അല്ലാതെ നിങ്ങളുടെ റൂമിലേക്ക് ഒന്ന് എത്തിപ്പള്ളി നോക്കുന്ന പരിപാടി പോലും ഉണ്ടാവില്ല. അത് ഉണ്ടാവണമെങ്കിൽ നാളെ എന്റെ മക്കളെ എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളുമായും ഇണയുമായും ഒക്കെ ഇടപഴകാവൂ എന്നാണ് ഈ പാഠഭാഗത്തിന്റെ ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി കൗൺസിലിംഗ് എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ ടോപ്പിക്ക് തന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. പറഞ്ഞ സമയം 9:10 ഇപ്പോഴേ ആയിരുന്നു. ഇതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഒന്നുമില്ല. ഓക്കെ. അപ്പൊ NLPയിൽ എന്താണ് ഈ കൗൺസിലിങ്ങിന്റെ റോൾ എന്ന് ചോദിച്ചാൽ, ഇതൊരു സാധാരണ കൗൺസിലിംഗ് മേഖലയിലേക്ക് NLP അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ. അല്ലെങ്കിൽ NLP എന്നുള്ളത് നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന പാഠഭാഗം മാത്രമാണല്ലോ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ഇതേ സാധനം എങ്ങനെ കൗൺസിലിംഗിൽ അപ്ലൈ ചെയ്യുക എന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിപ്പിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പല ഫോർമുലകൾ NLP ബേസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഫോർമുലകൾ കണ്ടിട്ടുണ്ടാവും. എന്നതുപോലെ അതിനേക്കാൾ പവർഫുൾ ആയ പല പല ടൂളുകൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ചിന്തകളുടെ പാറ്റേണിനെ മാറ്റുക. ഇത് തന്നെയാണ് NLPയുടെ വസ്തുത. അപ്പോൾ NLP എന്ന ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നതിനെ പല പല മേഖലകളിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും പവർഫുൾ ആയി അപ്ലൈ ചെയ്യുന്ന മേഖല സ്പോർട്സ് ആണ്. സ്പോർട്സിൽ ഒരു നിശ്ചിത സമയത്ത് ഇത്ര ഗോൾ അടിക്കണം. അത് 90 മിനിറ്റ് ആണ് ഒരു ഫുട്ബോളിന്റെ ടൈമെങ്കിൽ ആ 90 മിനിറ്റിൽ ഇത്ര സമയം കൊണ്ട് ഇത്ര ഗോൾ നേടിയേ മതിയാകൂ എന്ന് ടീമിനെ ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് വിടുക. ഗോൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം സെറ്റ് ചെയ്തിട്ടാണ് വിടുക. അങ്ങനെയാണ് അവർ ഗോൾ അടിക്കുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നതും ടീമിനെ സെക്കൻഡ് അനുസരിച്ചിട്ട് റാപ്പ് ബിൽഡ് ചെയ്തിട്ട് തന്നെ മൈൻഡിലാണല്ലോ കളികൾ നടക്കുന്നത്. ആ മൈൻഡിന്റെ ആ കളികളുടെ ഓരോ സീരീസിലേക്കും അവരെ കൊണ്ടുപോകാനൊക്കെ NLP ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ട് NLPയിലെ ടൂളുകൾ ഉപയോഗിക്കപ്പെടേണ്ട മേഖല പ്രയാസം അനുഭവിക്കുന്ന മനസ്സുകളുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ പ്രയാസം രോഗിയായിട്ടല്ല നമ്മുടെ മുന്നിൽ വരുന്നുണ്ടാവും. രോഗിയാണെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. മാനസിക രോഗിയാണെങ്കിൽ സൈക്കാട്രി ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. ആ പോയിട്ടുണ്ടെങ്കിലും മരുന്നിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന ആളെ നമ്മുടെ മുന്നിൽ കിട്ടിയാൽ ഒരുപക്ഷെ നമുക്ക് അവരുടെ ചിന്താ പാറ്റേണുകളെ മാറ്റിയിട്ട് ചിന്തിക്കുന്ന രീതികളെ മാറ്റി പിടിച്ചിട്ട് മരുന്നിൽ നിന്നും അവരെ പടിപടിയായിട്ട് രക്ഷപ്പെടുത്തിയെടുക്കാം. മരുന്ന് ഒഴിവാക്കാൻ നമ്മൾ ഒരിക്കലും പറയില്ല. പക്ഷെ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് ആ കൊടുത്ത മരുന്ന്, നിങ്ങൾ മുഖം കണ്ടാൽ അവർ പറയും, അല്ലെങ്കിൽ പ്രതികരണം കണ്ടാൽ, നിങ്ങൾ സംസാരം കേട്ടാൽ അവർക്ക് മനസ്സിലാവും ഇത്ര വലിയ മരുന്നുകൾ അവർക്ക് ആവശ്യമില്ല, ഇത്ര ഡോസ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഡോസുകൾ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ചിന്തകളും ആ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ ഭാഷകൾ വരിക. ഈ ചിന്തയും ഭാഷയും എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പെരുമാറ്റം വരിക. അപ്പൊ അതാണ് ന്യൂറോയും ലിംഗ്വിസ്റ്റിക്കും പ്രോഗ്രാമിങ്ങും. ഈ പെരുമാറ്റത്തിൽ വരുന്ന കുഴപ്പങ്ങളാണ് നമ്മുടെ ആളുകളെ കുടുംബക്കാർ കണ്ടെത്തി നമ്മളെ മുന്നിലെത്തുക. അപ്പോൾ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ കഞ്ചാവിന്റെ കേസുകളൊക്കെ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ടാവും. കുട്ടികളുടെ മുന്നിൽ ഒന്ന് നിസ്സാരമായ കേസാണ്. പണ്ട് നമ്മളൊരു എന്താ പറയാ ചെറിയ കുട്ടികൾ പാക്കറ്റ് ഐസ് വാങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ എന്താ പറയാ അച്ചാർ കമ്പനികൾ അച്ചാർ
ചെറിയ പാക്കറ്റ് അച്ചാറുകൾ വാങ്ങുന്നത് പോലെ നിസ്സാരമായി തോന്നിയിരുന്ന ചില വസ്തുക്കളൊക്കെ ഇപ്പൊ നിരന്തരമായി കുട്ടികളെ കയ്യിൽ കിട്ടുകയാണ്. വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ബാഗിലെല്ലാം കുട്ടികളെ അല്ലെങ്കിൽ കൂട്ടുകാരെ വെച്ചിട്ട് പോവുകയാണ്. അപ്പോ 10 ദിവസം ഇവരോട് വേണ്ട വേണ്ട എന്ന് ഉപദേശിക്കുന്ന ആൾക്ക് പിന്നെ ഇവർ തന്നെ പണി കൊടുക്കുന്ന പരിപാടികളും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ബാഗിലൊക്കെ, കുട്ടികളുടെ ബാഗിലൊക്കെ ഇങ്ങനത്തെ പാക്കറ്റുകൾ നിക്ഷേപിക്കുന്ന ചങ്ങാതിമാരുള്ള കുട്ടികളറിയില്ല, നമ്മുടെ കുട്ടികളറിയില്ല. അപ്പോൾ കുട്ടികളോട് തന്നെ അവരുടെ ബാഗ് പരിശോധിച്ചിട്ടേ സ്കൂളിൽ നിന്ന് പോരാവൂ എന്ന് പറയേണ്ട സാഹചര്യം ചില സ്കൂളുകളിലെ കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഒരു ഗൗരവമുള്ള ഒരു ഏരിയയിലൂടെയാണ്, വസ്തുതയിലൂടെയാണ് നമ്മൾ നാടും നാട്ടുകാരും സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ പുതുതലമുറ അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പുതുതലമുറയെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ പറയപ്പെട്ട ലോബികളെല്ലാം. അപ്പോ നിങ്ങളുടെ ഒക്കെ സഹായമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മുടെ കുട്ടികളെ, കുടുംബങ്ങളെ, നാട്ടുകാരെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതിനാണ് ഈ NLPയിലെ ടൂൾ ഉപയോഗപ്പെടുത്തിയാൽ നിസ്സാരമായിട്ട് തന്നെ ഇവരുടെ കേസുകളൊക്കെ നിങ്ങൾക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും. അവരുടെ പെരുമാറ്റങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ വളരെ പെട്ടെന്ന് വൈകല്യങ്ങൾ കാണിക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ എന്താ പറയാ, പാലക്കാട് ജില്ലയിലുള്ള ഒരു കുഞ്ഞ് അധ്യാപനം തീർക്കും എന്നൊക്കെ പറയുന്നു. ആ കുട്ടി പച്ചപ്പാവമാണ്. PTA മുഴുവൻ ആ കുട്ടിയോട് ഒപ്പം നിൽക്കുകയാണ്. ആ ഒരു നിശ്ചയ സമയത്തുള്ള വൈകാരിക ക്ഷോഭത്തിന് ആ കുട്ടി മാതൃകയാക്കിയത് അല്ല സിനിമ സ്റ്റൈലുകളായിരിക്കാം ഒരുപക്ഷെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ കുട്ടികൾ, നമ്മളൊക്കെ പല സമയങ്ങളിലും നമ്മൾ നിസ്സാരക്കാരാണ്. നമ്മുടെ വികാരങ്ങളെ, വൈകാരിക തലങ്ങളെ, അല്ലെങ്കിൽ പറയുന്ന ഇമോഷൻസിനെ, അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മളും ഒരു സെക്കൻഡിൽ എന്താ പറയാ പ്രശ്നക്കാരായി മാറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നക്കാരനായി മാറാതിരിക്കണമെങ്കിൽ ചിന്തകളുടെ പാറ്റേൺ നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയില്ല, ഇനി വരുന്ന ക്ലയന്റിനും അറിയില്ല. പക്ഷെ ഒരു ക്ലയന്റ്, ഒരു കൗൺസിലർ മുന്നിൽ ഇത്തിരി നേരം ഇരുന്നാൽ ആ കുട്ടിയെ, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നക്കാരായ ആളുകളൊക്കെ ഐസ് മെൽറ്റ് ചെയ്യുന്നത് പോലെ, ഐസ് ഉരുകുന്നത് പോലെ ഇവരുടെ മനസ്സിനെയും ഉരുക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ടൊക്കെ ആവും. അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ഈ 30 ദിവസം കൂടെ കൂടിക്കോളൂ, പഠിച്ചെടുത്തോളൂ. എന്നിട്ട് നിങ്ങൾ പേ ചെയ്താൽ മതി കേട്ടോ. പേ ചെയ്യൽ നിർബന്ധമാണ്. പേ ചെയ്തില്ലെങ്കിൽ വെറുതെ കിട്ടുന്ന ഒരു സൗജന്യ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ സൗജന്യം അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയോ വലിയ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ആ പ്രഭാഷണം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എത്ര മാറ്റം വന്നിട്ടുണ്ട്? മാറ്റം വരില്ല. മാറ്റം വരണമെങ്കിൽ ഉള്ളിൽ നിന്നൊരു വിളി നമ്മുടെ ഉള്ളിൽ നിന്ന് നിർബന്ധമായിട്ടും വേണ്ടി വരും. ആ ഉള്ളിൽ നിന്നുള്ള വിളിയാണ് നമ്മൾ മാറ്റുന്നത്. അതാണ് നമ്മുടെ ചിന്ത. അപ്പൊ എന്തിനാ ഇതൊക്കെ എന്ന് തോന്നുന്ന ആൾക്ക് ആ എന്തിനാണല്ല ആ ഫീലിംഗ് വരികയാണെങ്കിൽ പിന്നെ കേൾക്കുന്ന വസ്തുക്കളും ആ ഒരു രീതിയിൽ, ആ ഒരു തലത്തില് സ്വീകരിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പൊ ഇത് വേണ്ടതാണെന്നും കൊടുക്കേണ്ടതാണെന്നും മാറ്റം വരുത്താൻ എനിക്കും കുറെ റോൾ ഉണ്ടെന്നും തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് ഇത് വളരെ വാല്യൂ ഉള്ള ഒരു ക്ലാസ് ആയിട്ട് മാറും ചെയ്യും. അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കിയെടുക്കുന്ന ചില ടൂളുകളിൽപ്പെട്ട ഒന്ന് ആങ്കറിങ് എന്നതാണ്. മറ്റൊന്ന് റീഫ്രെയിം, നേരത്തെ ഞാൻ പറഞ്ഞു, സൂചന തന്നു. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ എന്ന ടോപ്പിക് നമുക്ക് വരാനുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, പാർട്സ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊരു ഈ ക്ലാസ്സിൽ വരാനുള്ള, ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത തലത്തിലൊക്കെ നമുക്ക് വരാനുള്ളതാണ്. റാപ്പോ, ഒരു ക്ലയന്റ് വന്നാൽ എന്താ ചെയ്യേണ്ടോ എന്ന് നമ്മൾ നാളെ പഠിച്ചാൽ അതിന്റെ തുടർ ഭാഗങ്ങൾ നമ്മൾ റാപ്പോ ഡീപ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കേട്ട ആളുകൾക്ക് കിട്ടാത്ത പുതിയ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പുതിയ തലത്തിലൂടെ നമ്മളത് അവതരിപ്പിക്കും. അതുപോലെ മെറ്റാ മോഡൽ എന്ന വിഷയമുണ്ട്. നമ്മുടെ വിശ്വാസങ്ങളുണ്ട്, നമ്മൾ അനുമാനിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു പക്ഷെ തെറ്റായിരിക്കും. ആ തെറ്റായ ചില കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ, ഒരു ഉദാഹരണത്തിന്, എനിക്ക് IAS കിട്ടുമോ? ഇല്ല, എന്നെ കൊണ്ട് കഴിയില്ല. കാരണം എനിക്ക് ബുക്ക് എടുക്കാൻ മടിയാണ്. പക്ഷെ എനിക്ക് കിട്ടിയാൽ തിരക്കേടില്ല. അതിനൊക്കെ അപ്പൊ തിരക്കേടില്ല, ബുക്ക് എടുക്കാൻ മടിയുണ്ട്. ഈ മടി ഞാൻ മാറ്റിവെച്ചാൽ ആ വലിയ ലക്ഷ്യം എനിക്ക് നേടാൻ കഴിയുമോ? അങ്ങനെ എനിക്ക് കഴിയും. അപ്പോ നിങ്ങൾ അങ്ങനെ ഒരു IAS കാരൻ അല്ലെങ്കിൽ IFS കാരൻ ആയാൽ നിങ്ങൾക്ക് എന്തെല്ലാം ഗുണമുണ്ടാവും നിങ്ങൾക്കും, നിങ്ങളുടെ കുടുംബത്തിനും, നിങ്ങളുടെ നാടിനും. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുമോ? കഴിയും. അപ്പോ ഇതുവരെ കഴിയില്ല എന്ന് തോന്നിയ ഒരാൾക്ക് ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതോടുകൂടെ അയാളുടെ മെറ്റാ മോഡൽ സിസ്റ്റത്തിന് മുഴുവൻ പൊളിച്ചെഴുതി കൊടുക്കുന്നതോടുകൂടെ പഠിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന കുഞ്ഞിനെ, ലക്ഷ്യമില്ലെന്ന് തോന്നുന്ന വ്യക്തിക്ക് ലക്ഷ്യമുണ്ടാക്കി കൊടുക്കാനും അയാളുടെ ലോകത്തെ പുതിയ ലോകമാക്കി മാറ്റി കൊടുക്കാനും നിങ്ങൾക്കും കഴിയും. അപ്പോ മെറ്റാ മോഡൽ എന്നൊരു സാധനം നമുക്കിവിടെ വരാനുണ്ട്.
അതുപോലെ സ്വിഷ് പാറ്റേൺ എന്ന സാധനമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആളുകൾക്ക് പുതിയ തലത്തിലൂടെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, പുതിയ രീതിയിലൂടെ തന്നെ. അതുപോലെ തന്നെ ഔട്ട്കം സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ചില ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം, ആ ലക്ഷ്യങ്ങളൊന്നും കൃത്യത ഉണ്ടാവില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോളിന്റെ ഒരു കോച്ചാണ് ഞാനെങ്കിൽ ആ ഫുട്ബോളിൽ ജയിക്കണമെന്ന ആഗ്രഹം ടീമിനൊക്കെ ഉണ്ടാവും. അപ്പോ ഇന്ത്യന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യന്റെ പ്രത്യേകതയിൽ ആരാണോ ഗോൾ അടിച്ചു ആ ഗോൾ അടിച്ച ആൾ മാത്രം ക്യാപ്റ്റനായി മാറും, അല്ലെങ്കിൽ അയാളെ മാത്രം ഫോക്കസ് ചെയ്യും, ടീമിനെ ഫോക്കസ് ചെയ്യൂല. എന്നാൽ ബാക്കിയുള്ള ഒരാളില് എന്താ പറയാ, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പട്ടിണി പാവങ്ങളാണ് ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അവരുടെ പ്രത്യേകത ഗോൾ അടിച്ച ആൾക്കല്ല വാല്യൂ കൊടുക്കുക. അവർ ആ ടീമിൽ ഏറ്റവും വാല്യൂ കൊടുക്കൽ ഗോൾ അടിക്കാൻ വേണ്ടി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആരൊക്കെയാണോ പാസ് കൊടുത്തു അവർക്കാണ് അവർ വാല്യൂ കൊടുക്കുക. നമ്മളാണെങ്കിലോ ഗോൾ അടിച്ച ആൾ കൊടുക്കുക. അപ്പൊ ആർക്കാണോ ഗോൾ കിട്ടി ആ കിട്ടിയ ആളൊക്കെ എന്ത് ചെയ്യും, ഗോൾ അടിക്കാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് നമുക്ക് ലക്ഷ്യം നേടാൻ കഴിയില്ല. എതിർ ടീമിലാണെങ്കിലോ ഓരോ ആൾക്കാർ, ഇപ്പൊ സൗദിയിലൊക്കെ പോയി നമ്മൾ കളിച്ചപ്പോൾ ഓരോ 11 12 ഗോളൊക്കെ വാങ്ങിയത് തിരിച്ചു പോകുന്ന ആളുകൾപ്പെട്ട ആളുകളൊക്കെ നമ്മളെ നാട്ടിലെ എന്താ പറയാ പ്രധാനികളായിട്ട് മാറും. ഞാൻ പറഞ്ഞു വരുന്നത് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാനല്ല, നമ്മുടെ സിസ്റ്റം കൾച്ചർ അങ്ങനെയാണെന്ന് പറയാനാണ്. അപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാനും നമ്മളെ കുട്ടികളുടെ ഒക്കെ വളർച്ചയുടെ ഒരു പ്രധാന ഘടകമായി മാറാനും നിങ്ങൾക്ക് കഴിയും. പ്രത്യേകിച്ച് അധ്യാപകരായ ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ നിങ്ങളുടെ മക്കളിൽ വളരെ വലിയ മാറ്റം വരുത്താൻ ഒരു പക്ഷെ NLPയിലെ ഈ ടൂളുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉപകാരപ്പെടും. അപ്പോൾ പഠിക്കാത്ത ഒരു കുഞ്ഞുണ്ടെങ്കിൽ, ക്ലാസ് ശ്രദ്ധിക്കാത്ത ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കൗൺസിലിംഗ് കേസായിട്ട് നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ആ കുട്ടിക്കൊരു മാനസികമായി എന്തെല്ലാമോ പ്രയാസങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. സമയം ഒരുപാട് പോയത് കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം തന്നില്ലെന്ന് പോകുന്നത് കാരണത്താൽ ഞാൻ എന്റെ സംസാരത്തെ വാക്കിനെ കുറക്കുകയാണ്. ഇനി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം തരികയാണ്, ചോദിക്കാനുള്ള സമയം തരികയാണ്. ഇന്നലെ ആരാണോ അവസാനം പറയാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ ഇല്ല സമയമായില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ടതായിരുന്നു. അപ്പൊ അതൊന്നും വേണമെങ്കിൽ സംസാരിച്ചു തുടങ്ങിക്കോളി. യെസ്, രാജൻ സാറേ, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വില കൊടുത്ത് വാങ്ങാത്ത ഒന്നിനെ ഒന്നും ഞാൻ സ്നേഹിക്കാറില്ല. വളരെ വാല്യൂ കൊടുത്താൽ പോലും, ഇപ്പോൾ നമ്മൾ ഇന്നൊരു ഫോൺ വാങ്ങി, അതിന് 1.5 ലക്ഷം രൂപ വിലയുള്ള ഫോണാണ് വാങ്ങിയത്, എന്നാൽ പോലും കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും, വാല്യൂ കൊടുക്കുന്നത് എവിടെ വെച്ചു നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ ആ ഫോണിൽ നമ്മൾ വാല്യൂ കൊടുക്കുന്നില്ല. അപ്പോ വാല്യൂ ഉണ്ടാവണമെങ്കിൽ വി മസ്റ്റ് പേ, നമ്മൾ പേ ചെയ്തേ മതിയാവും. അതുകൊണ്ട് ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം വരാത്ത ആളുകൾ ഇപ്രാവശ്യം വന്നവരുണ്ട്. അന്ന് അവരോട് ഞാൻ പറഞ്ഞിരുന്നു, ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, 3000 രൂപയാണ് ഇപ്പോഴത്തെ ഫീസ്, അടുത്ത പ്രാവശ്യം 5000 രൂപയാണ് ഫീസ്. ഇപ്പൊ 5000 രൂപ അടച്ചിട്ടാണ് അതിൽ കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത്. സന്തോഷം. ഇപ്പോഴും സംശയിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്, നിങ്ങൾ സംശയിച്ച് നിന്നോളൂ, അടുത്ത പ്രാവശ്യം വന്നാൽ മതി, അത് നമുക്ക് ഫീസ് 10000 ആക്കി മാറ്റിയിരിക്കാം. ചോദിച്ചോളൂ, ചോദിക്കാനുള്ളവർ ചോദിച്ചോളൂ. നാളെ എന്താണ് ടോപ്പിക്? നാളത്തെ ടോപ്പിക് ഞാൻ പറഞ്ഞു, ഒരു ക്ലയന്റ് നമ്മുടെ മുമ്പിൽ വന്നത് മുതൽ അയാൾ പോകുന്നത് വരേക്കുള്ള ഫസ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചായിരിക്കും നാളത്തെ ടോപ്പിക്. പോരെ? ചോദിക്കാം, നിങ്ങൾക്ക് മൈക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണല്ലോ. മൈക്ക് ഓക്കെ അല്ലേ? ഹലോ, നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ഇപ്പൊ എക്സാമിന്റെ ടൈം വന്നോണ്ടിരിക്കണല്ലോ. ഇപ്പൊ ഫെബ്രുവരി കുട്ടികളിൽ ഇപ്പൊ എക്സാം ഫോബിയ കാണുന്നുണ്ട്. നമ്മളിപ്പോ നല്ല എഡ്യൂക്കേറ്റഡ് പാരന്റ്സിന്റെ കുട്ടികൾ പോലും എക്സാമിനോട് ഒരു പേടി, ചില വിഷയങ്ങൾ എങ്ങനെ പഠിച്ചിട്ട് കിട്ടുന്നില്ല, മാത്സ് കിട്ടുന്നില്ല, ചിലർക്ക് ഫിസിക്സ് കിട്ടുന്നില്ല, ചിലർക്ക് വായിച്ചു പഠിക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡീസിനാണ് ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല കുട്ടികളിലും കാണുന്നുണ്ടല്ലോ. അതേത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക? ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അതിലെന്താ ഒന്ന് വെച്ചാല്, കുട്ടിക്ക് ഭയം വന്നത്, നിങ്ങളിപ്പോ പല ടോപ്പിക് പറഞ്ഞാല് ഏതോ ഒരു അധ്യാപകൻ കാരണത്താലായിരിക്കും. ഇപ്പൊ ഞാൻ മാത്സ് പഠിപ്പിച്ചിരുന്ന കാലത്ത് ഞാൻ എൻ്റെ കുട്ടികളെ അടിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് എന്നെ മാത്രമല്ല പേടി ഉണ്ടാവുക, ഞാൻ പഠിപ്പിച്ച ആ മാത്സിനെയും പേടിയുണ്ടാവും. ഞാൻ കണ്ണു കാട്ടുന്നത്, ഞാൻ അടിക്കാനൊന്നുമില്ല, കാരണം ചൈൽഡ് ലൈൻ എനിക്ക് പേടിയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ കണ്ണു കാട്ടും, നല്ല ഷൗട്ട് ചെയ്യും, നല്ല പുളിച്ച ചീത്ത പറയും. അപ്പോഴും കുട്ടിക്ക് എന്നെയും വെറുപ്പാകും, ഈ സബ്ജക്റ്റിനെ വെറുപ്പാകും.
അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ മൈൻഡിലേക്ക് ഈ സബ്ജക്റ്റ് കയറുന്നതിന് പല പല തടസ്സങ്ങൾ വന്നിട്ടുണ്ടാവും. ഇനി ഇപ്പൊ കുട്ടിക്ക് എക്സാമിന് ആകെ 10-15 ദിവസമേ ഉള്ളൂ. കുട്ടിക്ക് ഇതിൽ ഫുൾ A+ കിട്ടണം, അല്ലെങ്കിൽ കുട്ടിക്ക് ജസ്റ്റ് പാസ് ആവെങ്കിലും വേണം. നോ പ്രോബ്ലം. അതിന് ആ കുട്ടിയെ ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികൾക്ക് പഠിക്കാൻ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ പഠിച്ചിരുന്ന രീതി എന്താ? ആദ്യ ഭാഗം മുതൽ അവസാനം വരെ വായിക്കും. അങ്ങനെയല്ല നമ്മൾ ചെയ്തിരുന്നത്. സെക്കൻഡല്ലേ ചോദിച്ചേ? യെസ്. ഓക്കെ. നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ചോദിക്കും, വായിക്കും. വായിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകത, വായനയുടെ പ്രത്യേകത നമ്മളെ ബ്രെയിനിന് അപാര കഴിവാണ്. നമ്മളെ കണ്ണിലേക്ക് ഒരു വസ്തു കണ്ടാൽ അത് 16 സെക്കൻഡ് നിൽക്കും. ബ്രെയിനിലേക്ക് കണ്ണിന്റെ വായനക്ക് 16 ഉള്ളൂ. 16 സെക്കൻഡ് കണ്ണ്, വായനക്ക് വീണ്ടും സ്ലോ ആണ്. അപ്പൊ ബ്രെയിൻ ആണെങ്കിൽ കുറച്ചു നേരം ഫോക്കസ് ചെയ്യും, പിന്നെ ബ്രെയിൻ മാറും. എന്താ വെച്ചാൽ നിങ്ങൾ വായിച്ചു പഠിക്കുന്നതിന്റെ അത്ര എഫക്റ്റീവ്നെസ് നിങ്ങളുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യൂല എന്നർത്ഥം. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് അപാര കഴിവുള്ളവരാണെങ്കിൽ അവരോട് സ്കാനിങ് പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഒരു ഇമേജിനെ എങ്ങനെ സ്കാൻ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ, എന്നെ കാണുമ്പോൾ എന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് എന്നതുപോലെ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനിലൂടെ എങ്ങനെ പോകുന്നു എന്നതുപോലെ ഫസ്റ്റ് പേജ് കാണാൻ പഠിപ്പിക്കാം. ഹെഡിങ്, സബ് ഹെഡിങ് ഇങ്ങനെ കാണാൻ പഠിപ്പിച്ച ആ കുട്ടികൾക്ക് വീണ്ടും ഒന്നാമത്തെ പേജിൽ നീ എന്തെല്ലാം കണ്ടു. ഒരു ഉദാഹരണത്തിന് ഒരു കുഞ്ഞിന് കഴിഞ്ഞ ദിവസം എൻ്റെ അനുജന്റെ മോന് പിന്നെ ഒരു ഭാഗം കാണാതെ പഠിക്കേണ്ടതുണ്ട്. ഒരു 1.5 പേജ് കാണാതെ പഠിക്കണം. കുട്ടിക്ക് സ്ട്രെസ് കയറുകയാണ്. പഠിച്ചിട്ട് പഠിയുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഭാഗം പഠിക്കും മറ്റേ ഭാഗം പോവുകയാണ്. ഞാൻ പറഞ്ഞു, ഇനി റിലാക്സ് ആവ്, നീ ആദ്യം വെള്ളം കുടി, ഒന്ന് കളിച്ച് ഓടി വാ. എനിക്ക് ഓടാനൊന്നും തോന്നില്ല, ഇത് പഠിച്ചിട്ട് വേണം ഇവിടുന്ന് പോവാൻ. യെസ്, എന്നാ നീ ഇവിടെ ഇരി, ഒന്ന് കൂളായിരിക്കും, എന്നിട്ട് ഒന്ന് ശ്വാസം എടുക്ക്, കണ്ണടച്ച് ആ പേജ് ഒന്ന് മനസ്സിൽ കണ്ടേ. ആ പേജ് ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞു. ഒന്നാമത്തെ വരി ഇങ്ങനെ നോക്കിയേ, രണ്ടാമത്തെ വരി ഒന്ന് നോക്കിയേ, മൂന്നാമത്തെ വരി. ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞു തന്നെ 1, 2, 3 വരി. അപ്പൊ ആ കുട്ടിക്ക് അതിനെ ഇമേജ് ആയിട്ട് കാണാൻ കഴിയുകയാണെങ്കിൽ ഈ പറയപ്പെട്ട 3 വരികളും അവന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇനി 4ഉം 5ഉം ജസ്റ്റ് ഒന്ന് ഇതേപോലെ നോക്ക്. ഒന്ന് സ്കാനിങ് മെഷീനിൽ, ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ പോകുന്നത് പോലെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒന്ന് ഇങ്ങനെ സ്കാനിങ് നടത്താൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അപാര കഴിവുള്ള കുട്ടികളാണ് നമ്മളെ കുട്ടികൾ. അവർക്ക് വായിച്ചാൽ എന്ത് ചെയ്യില്ല, വായിച്ചിങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ കുറച്ചു നേരം വായിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് നോവലാണെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ മൈൻഡ് അതിങ്ങനെ നിലനിൽക്കും. അപ്പൊ നമ്മൾ കാഴ്ച വരും. അവർ വായന വരുന്നതോടൊപ്പം തന്നെ മൈൻഡിൽ ആ രൂപം വരുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഓർമ്മ കിട്ടും. രൂപം വരുന്നില്ലെങ്കിലോ അത് ഓർമ്മയിൽ നിൽക്കൂല. അപ്പൊ ഈ പറയപ്പെട്ട ഫിസിക്സ് ആണ് ഇവിടെ എന്തായി പറയണത്, അല്ലെങ്കിൽ മാത്സ് ആണ് A+B² ഇതുകൊണ്ട് എന്ത് കാര്യം എന്ന് കുട്ടി ചിന്തിക്കുകയാണെങ്കിൽ കുട്ടിന്റെ മൈൻഡിൽ നിൽക്കില്ല. എന്നാൽ ഇതേ സാധനത്തിന് ഈ പറഞ്ഞ പോലെ സ്കാനിങ്ങിലാക്കിയിട്ട് ഇട്ടെടുത്താൽ മതി. കുട്ടികളോട് ചോദിച്ചു നോക്കിയാൽ മതി. കുട്ടികൾ ഒന്നാമത്തെ പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെ ഇങ്ങനെയുള്ള കുട്ടികൾ, ജീനിയസ് ആയ കുട്ടികൾ പറഞ്ഞു തരും. ജീനിയസ് അല്ലാത്ത ഒരു കുട്ടിയും നമ്മളെ മുമ്പിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ അധ്യാപകനായി നമ്മൾ ചെയ്തത് 40 കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ 40 കുട്ടികൾക്കും വേണ്ടി കേൾവിയെ മാത്രം ബേസ് ചെയ്ത് ഞാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ പറയുന്ന കുട്ടികൾ കേൾക്കുന്നു, എവിടെ കേൾക്കുന്നു, ഏതൊരാൾക്കും കേൾക്കാൻ കഴിയുക. കേൾവിയുടെ പ്രത്യേകത എത്ര സെക്കൻഡാണ് നമ്മൾ കേട്ട നിലനിൽക്കുക. കേട്ട എത്ര വലിയ കാര്യമാണെങ്കിലും അതിലെ ഒരു പകുതി അല്ലെ 50% ഞങ്ങൾ കേട്ട് കഴിഞ്ഞ ഉടനെ മറക്കുന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഈ ക്ലാസ്സിനെ ഈ പറയപ്പെട്ട 40 മിനിറ്റ് നിങ്ങൾ അല്ലെങ്കിൽ 50 മിനിറ്റ് നിങ്ങൾ കേട്ടു. 50 മിനിറ്റ് കേട്ടു, ഓക്കെ, എത്ര നിങ്ങളെ മൈൻഡിൽ നിന്നും ചോദിച്ചാൽ ഇങ്ങനെ എണ്ണിയെ പറയാം. കുടുംബം എന്ന വിഷയം, ഇപ്പൊ ഈ പറഞ്ഞ പഠനം എന്ന വിഷയം, ഇനി എടുക്കാൻ പോകുന്ന വിഷയം, NLP, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഓർത്തെടുത്താൽ ഓർക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറയപ്പെട്ട റീകാളിങ് ചെയ്യുമ്പോൾ മൈൻഡിലേക്ക് സാധനങ്ങൾ വരും. ഇല്ലെങ്കിലും കേൾക്കുന്ന സാധനങ്ങൾ കേട്ട ഉടനെ നമ്മളെ മൈൻഡിൽ നിന്ന് അത് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു നെഗറ്റീവായ വാക്ക് കേട്ടാൽ അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ് തരുന്നൊരു വാക്ക് കേട്ടാൽ അത് നമ്മുടെ മൈൻഡിൽ തടഞ്ഞു നിൽക്കും എന്നർത്ഥം. അത് തകർന്നു പോകും എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ തകർന്നു പോകുന്നതിനെയാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ തകർച്ചയാണ് കൂടുക. നേരെ മറിച്ച് എൻ്റെ മൈൻഡിൽ നിൽക്കുന്നുണ്ടെന്ന പോസിറ്റീവ് വൈബ് നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ യെസ്, നിങ്ങളുടെ മൈൻഡിൽ ഈ സാധനം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ കുട്ടി ടെൻഷൻ അടിച്ച കുട്ടി എന്ത് ചെയ്യുന്നു, പിന്നെ എനിക്ക് ആ ഒരു പേജ് കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തരികയും നീ പോയി കളിച്ചിട്ട് പോവാ, ബാക്കി പിന്നെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോ പോയി കളിച്ചു കണ്ട് വന്നിട്ട്
2-3 മിനിറ്റ് കൊണ്ട് ആ കുട്ടി ആ പറയുന്ന ബാക്കിയുള്ള 1.5 പേജിലെ 1/2 പേജും 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തന്നു. അപ്പൊ അതുവരെ കുട്ടികൾക്ക് സ്ട്രെസ് കൂടിയാൽ കുട്ടികളുടെ മൈൻഡ് വർക്ക് ചെയ്യൂല. IQ, EQ 2 സാധനങ്ങളുണ്ട്. IQ ലെവലില് നല്ല ജീനിയസ് ആണ് നമ്മളെ കുട്ടികളൊക്കെ, പഠിച്ചു ബ്രെയിനിന് നിലനിർത്തി വെക്കുന്നു. പക്ഷെ EQ ഇമോഷണൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ടെൻഷൻ അടിച്ചു പേടി വന്നാൽ ഈ പറയപ്പെട്ട IQ-ലുള്ള വസ്തു ഒന്നും നടക്കില്ല. നമുക്ക് തന്നെ ദേഷ്യം വന്നാൽ ഞാനാണോ HM അല്ലെങ്കിൽ ഞാനാണോ പ്രിൻസിപ്പൾ എന്ന് നമുക്ക് പോലും അറിയില്ല എന്നർത്ഥം. അപ്പൊ നിർത്താൻ സമയമായി. ഒരാൾക്ക് വേണ്ടി ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു? ഓക്കെ, താങ്ക് യു സാർ. വെൽക്കം. അപ്പൊ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കൂ. പിന്നെ ഈ കൗൺസിലിംഗ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചോദിക്കണമെങ്കിൽ അങ്ങനെയും ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. കുട്ടികളുടെ റിസൾട്ട് നാളെ ഞങ്ങൾ പറയും ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഈ രീതിയിൽ നിങ്ങൾ ക്ലാസ് കൊടുക്കും. അതാണ് എക്സാം ഓറിയന്റേഷൻ കോഴ്സുകളും നിങ്ങൾ നടത്തണം. ഈ കിട്ടിയ വാക്ക് വെച്ച് ഇതിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങളൊക്കെ ഒരു ക്ലാസ്സുകൾ നടത്തി നോക്കി. കുട്ടികളിലേക്ക് കൗൺസിലർ എന്താ മോട്ടിവേഷൻ ട്രെയിനർ നിങ്ങളായി മാറിയിട്ടുണ്ടാവും. ഈ സാധനം ഈ ആശയത്തിന് നിങ്ങൾ ഉള്ളിൽ വെച്ചാൽ മതി. ഇനി അടുത്തത് ആർക്കാ ചോദിക്കാനുള്ളത്? സമയം കഴിഞ്ഞു അല്ലേ? 9:28 ആയി. 2 മിനിറ്റ് ലേറ്റ് ആയി തുടങ്ങിയത് കൊണ്ട് 2 മിനിറ്റ് കൂടെ മുന്നോട്ട് പോകാം നമുക്ക്. ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നൃത്തം ചെയ്യാം. ഇന്നലെ ആരോ കാര്യമായിട്ടൊന്ന് പറയാൻ വേണ്ടി ഒരുങ്ങിയെന്നല്ലോ. ആരായിരുന്നു? ഞാനായിരുന്നു. അതെ, സാറ് പറഞ്ഞല്ലോ നമ്മളെ പ്രശ്നം കേൾക്കുന്നില്ലേ? നമ്മളെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ, നമ്മളെ ഫാമിലിയുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നൊരു ടോപ്പിക് ഇന്നലെ പറഞ്ഞല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഞാന് നമ്മുടെ ബീനയുടെ മോൾക്ക് എക്സാം ആയിട്ട് LSSന്റെ എക്സാം ആണ്. അപ്പൊ മോളെക്കാട്ടിൽ ടെൻഷൻ പാരന്റ്സിനാണ്. അപ്പൊ അതുകൊണ്ട് അവൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും ടയർഡായി പോകുന്നു. അപ്പൊ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു. സാറ് പഠിപ്പിച്ചെന്ന ഫസ്റ്റ് കുട്ടിയെ റാപ്പോ ബിൽഡ് ചെയ്തു, പിന്നെ ആങ്കറിംഗ് ടെക്നിക്ക് കൊടുത്തു. ആ ടെക്നിക്ക് കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല അന്നത്തെ ദിവസം ഫുള്ള് കുട്ടി ആ ഒരു വൈബിലായിരുന്നു. എന്നിട്ട് പിന്നെ പഠിക്കാനിരുന്നു. കാൽവേദന എന്നൊക്കെ പറഞ്ഞ കുട്ടി അന്ന് പഠിക്കാനിരുന്നു. അപ്പൊ അതൊന്ന് സൂചിപ്പിക്കാനായിരുന്നു. അതായത് എന്റെ കുട്ടിയെ ഒരു പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇടപെട്ടിട്ട് ആ കുട്ടിയുടെ ടെൻഷനിലേക്ക് ഞാൻ ഇടപെട്ട ആദ്യം ഒരു പക്ഷെ ഞാനറിയാം. അപ്പൊ അതേ സമയത്ത് നമ്മൾ ഫ്രണ്ട്സിനെ ഏൽപ്പിച്ചാൽ മതി. അവർ കൂളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളൂ. അപ്പോ വൈകാരിക തലത്തിലാണ് നമ്മളെ കുട്ടിയെ ഇടപെടുന്നതെങ്കിൽ, കുട്ടിയെ പഠിപ്പിക്കാനിരിക്കുന്ന രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് ഒരു വാക്ക്, നിങ്ങളെ മക്കളെ പഠിപ്പിക്കരുത്. പഠിപ്പിക്കാൻ സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ അധ്യാപകരുണ്ട്. അവരെങ്ങനെ ഏൽപ്പിച്ചാൽ മതി. അതേ സമയത്ത് നിങ്ങൾ കുട്ടിയുടെ അമ്മയായാൽ മതി. കുട്ടിയുടെ പ്രിൻസിപ്പാളോ കുട്ടിയുടെ HM കുട്ടിയുടെ എന്താ പറയാ പിന്നെ അധ്യാപകനോ നിങ്ങളാവരുത്. നിങ്ങൾ ആ കുട്ടിയുടെ പിതാവും മാതാവും മാത്രമായാൽ മതി. അതിന് ട്രെയിനിങ് കിട്ടിയ ആളുകളെ കുട്ടികളെ പഠിപ്പിക്കട്ടെ. നിങ്ങൾ പഠിപ്പിച്ചുള്ള കുട്ടിക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മളുടെ കുട്ടിയാണല്ലോ, ഈ കുട്ടീനെ 2 വട്ടം പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുട്ടിയോട് ഷൗട്ട് ചെയ്യുകയോ ഭയപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തേക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മളെ മാത്രമല്ല ഭയമായി മാറുക, ആ ബുക്കിന്, ആ പാഠഭാഗത്തെ, ആ ടോപ്പിക്കിന് ഒക്കെ ഭയമായി മാറും. അപ്പോ ചില വീഡിയോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലുള്ള കേസുകളൊക്കെ വരാനുള്ള കാരണം നമ്മൾ കുട്ടിക്ക് സ്ട്രെസ് കൊടുത്താലാണ്. അപ്പൊ അത് കൊടുക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ കുട്ടിയുടെ മാതാവ് പിതാവ് ആയാൽ മതി. അധ്യാപകൻ ആവാതിരുന്നാൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ കൂടെ വന്ന രാജു സാറുണ്ട്. രാജു സാറിന് വലിയ വാല്യൂ ഉള്ള ഒരു വാക്കുണ്ട് എനിക്ക്. എൻ്റെ കുട്ടിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണം. അപ്പോൾ എൻ്റെ യാസീൻ എന്നൊരു മോന് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, മാഷെ സ്വന്തം മക്കളെ നമ്മൾ പഠിപ്പിക്കരുത്. രാജു സാർ ഓർക്കുന്നുണ്ടാവും. താങ്ക് യു. ആ വലിയ വാക്കാണ്. അപ്പൊ അവന് ഇന്ന വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി. അവന് ക്ലാസ് കഴിഞ്ഞ് പോയാലും പിന്നെയും 2 ദിവസം കഴിഞ്ഞാലും ആ ദിവസം ക്ലാസ് എടുത്തതുപോലെ അവൻ ക്ലാസ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവന് എന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി. അപ്പൊ സാറ് പറഞ്ഞു, എന്റെ ക്ലാസ്സിൽ നിന്നല്ല, എന്റെ സ്കൂളിൽ പോലും അവനെ നിർത്തുന്നത് ശരിയല്ല എന്ന ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഞാൻ വൈകിപ്പോയി എന്നതാണ് തിരിച്ചറിവ്. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ നമ്മൾ നിർത്തിക്കോട്ടെ, ബാക്കി നമുക്ക് നാളെ കാണാം. നാളെ എല്ലാവരും കൗൺസിലേഴ്സ് കോർണറിലേക്ക് വരിക. അവിടെ എത്താൻ കഴിയുക, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക, ഒരു കുഴപ്പമില്ല, വാട്സപ്പ് ചെയ്തോളൂ. പിന്നെ നിങ്ങളോട് എല്ലാവരോടും പറയണത്, നിങ്ങൾ പണം തന്നിട്ട് പഠിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല. കാരണം നിങ്ങളുടെ കയ്യിൽ അങ്ങനെ കെട്ടുകണക്കിന് പണം വെക്കാനുള്ള ആളുകളല്ല എന്ന് എനിക്കും അറിയാം. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ വീടിനെ നിങ്ങൾക്കറിയാം. എൻ്റെ വീട്
പിന്നെ ആകെ 800 സ്ക്വയർ ഫീറ്റിന്റെ വീടായിരുന്നു. എന്റെ ഫ്രണ്ട് ഉണ്ടാക്കിയ തറയെ ഏറ്റെടുത്ത ഒരാളാണ് ഞാൻ. അതില് ഞാൻ വീടുണ്ടാക്കിയ ഒരാളാണ്. അതിനെ ഒന്ന് മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ അതിനൊന്ന് വീടൊന്ന് ഉഷാറാക്കി എടുക്കാൻ എനിക്ക് 7 വർഷം വേണ്ടി വന്നു. 7 വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീട് പണി തീർത്തത്. 7 വർഷത്തെ അധ്വാനമാണ്. എന്നാൽ അതിന്റെ മുകൾ ഭാഗം തീർത്തത് എൻ്റെ നാട്ടിൽ നിന്നിട്ടുള്ള 1.5 മാസം കൊണ്ടാണ്. അപ്പൊ വീടിന്റെ അടിഭാഗം ഒന്നും പുതുക്കുകയോ പെയിന്റ് അടിക്കുകയോ ഞാൻ ഒന്നും ചെയ്യാതെ കൊണ്ട് നടക്കാനുള്ള കാരണം അതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. അന്ന് എനിക്ക് എന്റെ കഴിവ് എന്താന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ കഴിവിനെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഈ പറയപ്പെട്ട വിഷയങ്ങൾ പണം ഉണ്ടാകാനും എല്ലാത്തിനെ കുറിച്ചും എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. നിങ്ങൾക്ക് ആ ധാരണയില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോ റെഡി ക്യാഷ് അടച്ചിട്ട് നിങ്ങൾ ആരും ക്ലാസ്സിൽ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വഴിയേ പൈസ അടച്ചാൽ മതി. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് സോഷ്യൽ സർവീസ് ആണ് ഏറ്റവും വാല്യൂ ഉള്ളത്, അല്ലാതെ നിങ്ങളെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങലല്ല. എന്നാൽ നിങ്ങൾക്കിത് ക്യാഷ് പേ ചെയ്തേ മതിയാവും. അതുകൊണ്ട് നമുക്ക് ഈ പണം കൊണ്ട് വേറെ കുറെ ഉപകാരങ്ങളുണ്ട്. എനിക്ക് നിങ്ങളാരും പണം അയക്കും വേണ്ട. എൻ്റെ ഗൂഗിൾ പേയിൽ നിങ്ങളാരും പൈസ അയക്കും വേണ്ട. വേറെ നമ്പർ തന്നിട്ടുണ്ടാവും, അതിൽ മാത്രം അയച്ചാൽ മതി. അപ്പൊ ക്ലാസ്സിൽ വരിക, പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് വേണ്ട സാധനമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ സോറി സർ, ഞാൻ പൈസ അടക്കില്ല, ഇത് ഉപകാരമില്ലാത്ത ക്ലാസ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമുക്ക് പണം തിരിച്ചു തരാൻ ഒരു പക്ഷേ എന്നെ കൊണ്ട് കഴിയും, നിങ്ങളുടെ സമയം തിരിച്ചു തരാൻ കഴിയില്ല. അപ്പൊ ഉപകാരപ്പെടാത്തതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1-2 ദിവസമായല്ലോ, നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. അല്ല, പഠിക്കേണ്ടതാണെന്ന് തോന്നുകയാണെങ്കിൽ കൂടെ പഠിക്കുക. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ബാച്ച് തുടങ്ങുന്ന സമയത്ത് വന്നാൽ മതി. അന്ന് നമുക്ക് 10,000 പേ ചെയ്തിട്ട് വീണ്ടും പഠിക്കാം. നാളെ 8:30 വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ ഇന്ന് ഇവിടെ വാങ്ങുന്നു. ബൈ.